അതിൽ നിന്നും കഴിഞ്ഞ പരീക്ഷകൾക്കും തൊട്ട് മുൻപും നടന്ന ഏതാനും പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആമുഖമായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരിട്ട് സമയം വൈകാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ പരമാവധി നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ചോദിക്കുക, ആൻസറും അതുപോലെ തന്നെ ചെയ്യുക. ക്ലാസ് കംപ്ലീറ്റ് ആ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ചോദ്യവുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ചോദ്യം 1. ഓക്കെ, ശരിയാണ്. ആൻസർ ഒന്നാമതാണ്, യക്റഹുൻ നാസുൽ ബാഗിയ എന്നാണ് ശരിയായ ആൻസർ. കാരണം മങ്കൂസയായ ഇസ്മ, മഖ്സൂറയായ ഇസ്മ, ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. മങ്കൂസ എന്ന് പറയുന്നത് കുല്ലു ഇസ്മിൻ മുഅറബിൻ ആഖിറുഹു യാഉൽ ലാസിമ മക്സൂർ മഖ്ദറ. അവസാനം യാ ഉള്ള, തൊട്ട് മുമ്പ് കസ്ർ വന്നിട്ടുള്ള ഖാലി, ജാനി പോലെയുള്ള പദങ്ങൾക്കാണ് മങ്കൂസ് എന്ന് പറയുക. ആ മങ്കൂസിന്റെ ഇഅ്റാബ് എന്ന് പറയുന്നത് തുഖദ്ദറു ലമ്മത്തു വൽ കസ്റത്തു അലാ ആഖിറിൽ മങ്കൂസ് വൻ നസ്ബു ബി ഫതഹത്തിൻ ളാഹിറ. വളരെ ശ്രദ്ധിക്കുക, റഫ്ഉം അതുപോലെ ജറും മുഖദ്ദറത്തായ ഇറാബാണ്. റഫ് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട്, ജറ് മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ട്, നസ്ബ് ലാഹിറായ ഫതഹത്ത് കൊണ്ട് എന്നുള്ളതാണ് മങ്കൂസയുടെ ഇറാബ്. ഏതുപോലെ ജാഅൽ ഖാലി, അവിടെ ഖാലി എന്നത് ഫാഇലാണ്, ഫാഇൽ റഫ് ആണ്. അപ്പൊ ഖാലി ഫാഇലും മർഫൂഉം ബിൽ ലമ്മത്തിൽ മുഖദ്ദറ എന്നാണ് പറയേണ്ടത്. റഅയ്തുൽ ഖാലിയ, അവിടെ ഖാലിയാന്ന് സാദാ പോലെ ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തുകൊണ്ട് പറഞ്ഞു, കാരണം നസ്ബ് ലാഹിറായ ഫതഹത്ത് കൊണ്ടാ. റളീതു അനിൽ ഖാലി, അവിടെ അനിൽ ഖാലി അന്ന് വന്നപ്പം ജറാണ്. ജറ് അവിടെ ഇറാബ് അൽ ഖാലി എന്നത് മജ്റൂറും ബിൽ കസ്റത്തിൽ മുഖദ്ദറ എന്നാണ്. അപ്പം റഫ്ഉം ജറും മുഖദ്ദറത്തായ ഇറാബ് കൊണ്ടും നസ്ബ് ലാഹിറായ ഫതഹത്ത് കൊണ്ടുമാണ്. ഇതാണ് മങ്കൂസയുടെ ഇറാബ്. നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യക്റഹുൻ നാസു, ജനങ്ങൾ വെറുക്കുന്നു. ആരെ? മഫ്ഊലിന്റെ സ്ഥാനത്താണ്, അപ്പൊ നസ്ബിന്റെ സ്ഥലത്താണ്. നസ്ബ് ലാഹിറായ ഫതഹത്ത് കൊണ്ടാണ്. അപ്പോൾ അൽ ബാഗിയ എന്നുള്ളതാണ് ശരിയായത്. ഇനി രണ്ടാമത്തെ ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതാണ്. ഓക്കെ, രണ്ടാമത്തതാണ്, അസ്മാഉൽ ഹംസക്ക് ജറ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. ഈ ഫറഈയായ ഇറാബുകളുടെ ഫറഈയായ പദങ്ങളുടെ ഇറാബുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫറഈയായ ഇറാബുകൾ 7 എണ്ണമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അസ്മാഉൽ ഹംസ എന്ന് പറയുന്നത്. അസ്മാഉൽ ഹംസ എന്ന് പറയുന്നത് 5 ഇസ്മുകളാണ്. അബ്, അഹ്, ഹമ്, ഫു, ദു എന്നീ 5 എണ്ണമാണ് അസ്മാഉൽ ഹംസ എന്ന് പറയുക. അതിന് റഫ് വാവ് കൊണ്ടും നസ്ബ് അലിഫ് കൊണ്ടും ജറ് യാ കൊണ്ടുമാണ്. ഒരിക്കലും മറക്കരുത്, ഈ ഫുറൂഇയായ ഇറാബുകൾ കിട്ടുന്നത് 7 എണ്ണത്തിൽ, അത് 7ന്റെയും ഇറാബ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് അസ്മാഉൽ ഹംസ. അസ്മാഉൽ ഹംസ എന്ന് പറയുമ്പോഴേക്ക് മനസ്സിൽ 5 പദങ്ങൾ വരണം. അബ്, അഹ്, ഹമ്, ഫൂദു. അതിന്റെ ഇറാബ് നമ്മൾ മനസ്സിൽ വരണം. റഫ് വാവ് കൊണ്ടാണ്, ലമ്മത്ത് കൊണ്ടല്ല. നസ്ബ് അലിഫ് കൊണ്ടാണ്, ഫതഹത്ത് കൊണ്ടല്ല. ജറ് യാ കൊണ്ടാണ്, കസ്റത്ത് കൊണ്ടല്ല. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് അസ്മാഉൽ ഹംസക്ക് ജറ് ചെയ്യുന്നത് എന്നാണ്. ജറ് യാ കൊണ്ടാണ്. ഒന്നാമത് കൊടുത്ത അലിഫ് എന്നത് അത് ഫതഹ് നസ്ബിന്റെ സമയത്ത് വരുന്നതാണ്.
നാലാമത് കൊടുത്ത വാവ് എന്നത് അത് റഫ്ഇന്റെ സമയത്തും അസ്മാഉൽ ഹംസക്ക് വരുന്ന ഇറാബുകളാണ്. തെറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ഫർഈയായ 7 ഇറാബുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. അതത് മദൂദ് വരും, അതുപോലെ ഇബ്ദാൽ ഇലാല് വരും. ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. അത് ഒരിക്കലും ചോദിച്ചയക്കില്ല, വേറൊരിക്കലും ചോദിക്കുക. ഒന്ന് ചോദ്യം മാറും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തും എന്നേ ഉള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ വളരെ എളുപ്പമാണ്. ആരാ ഹനു എന്നൊന്ന് ചെയ്താ ഒരു പദം ഉണ്ട്, അതങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. അപ്പൊ അസ്മാഉ സിത്ത എന്നാണ് പറയല്. വലിയ കിതാബിലൊക്കെ ഹനു എന്ന് പറയാറുണ്ട്. ഓക്കെ, ഓക്കെ, ഡി ആണ് ശരിയായ ആൻസർ. അഹദ അശറ കൗക്കബൻ എന്നാണ്. ഖുർആനിലെ ആയത്താണ്. ആയത്ത് അറിയുന്നവർക്ക് വേഗം കിട്ടും. ഇനി അതല്ല എങ്കിലും അതതിന്റെ നിയമം നമ്മൾ നിർബന്ധമായിട്ടും ഒരു ചോദ്യമെങ്കിലും അതത് ചോദിക്കാത്ത പരീക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്. കാരണം ഇവിടെ നിയമം എന്താന്ന് പറഞ്ഞാൽ 11 എന്ന പദത്തിന് 2 രൂപത്തിലാണുള്ളത്. മുദക്കറിന് വേണ്ടി അഹദ അശറ എന്ന മുദക്കറിന്റെ കൂടെ 11 ഉപയോഗിക്കാം. അഹദ അശറ ത്വാലിബ് എന്ന് പറയും, അല്ലെ അഹദ അശറ കിതാബ് എന്ന് പറയും, അല്ലെങ്കിൽ അഹദ അശറ കലം എന്ന് പറയും മുദക്കറിന്റെ കൂടെ. മുഅന്നസിന്റെ കൂടെ ഇഹ്ദാ അശറത്ത, ഈ 2 രൂപമാണുള്ളത്. ഇഹ്ദാ അശറത്ത എന്ന് പറയും. അപ്പൊ ഇഹ്ദാ അശറത്ത ത്വാലിബത്ത് എന്ന് പറയും, ഇഹ്ദാ അശറത്ത കുല്ലിയത്ത് എന്ന് പറയും, ഇഹ്ദാ അശറത്ത ത്വാവിലത്ത് എന്ന് പറയും. അതുപോലെ അഹദ അശറ എന്ന് മുദക്കറിനും ഇഹ്ദാ അശറത്ത എന്ന് മുഅന്നസിനുമാണുള്ളത്. ആ രൂപം കൃത്യമായിട്ട് ഓർത്തു. വേറൊരിപ്പോ അഹദ അശറത്ത എന്ന് തന്നാലോ അല്ലെ ഇഹ്ദാ അശറ എന്നൊക്കെ തന്നാൽ അങ്ങനെ രൂപം തന്നെ ഇല്ല. ഈ 2 പാറ്റേണേ ഉള്ളൂ. മുദക്കറാണോ അഹദ അശറ, മുഅന്നസാണോ ഇഹ്ദാ അശറത്ത. പിന്നെ മഅദൂദ് എന്താവും? മുഫ്രദ് മൻസൂബായിരിക്കും, അതായത് മുഫ്രദാക്കി നസ്ബ് ചെയ്യും എന്നത് പിന്നെ 11 മുതൽ 99 വരെ ഉള്ളതിന്റെ മൊത്തം നിയമമാണ്, 11ന്റെ മാത്രമല്ല. അപ്പൊ അതുപോലെ ഇതും വന്നേ ഉള്ളൂ. ബാക്കി 11ന്റെ അതതിന്റെ നിയമം അഹദ അശറ എന്ന് മുദക്കറിനും ഇഹ്ദാ അശറത്ത എന്ന് മുഅന്നസിനുമാണ്. എന്നൊരിക്കലും മറന്നു പോവാണ്. 4 അൽ ഫിഅലു ഇത്മഅന്ന. ഓക്കെ, 4ാമത്തതാണ് ശരിയായത്. അൽ ഹംസത്തു വ തദ്ഈഫു നൂൻ എന്നുള്ളതാണ് ഇത്തുമ അന്ന എന്നതിന്റെ ആൻസർ. കാരണം ഇത്തുമ അന്ന എന്നുള്ളത് റുബായി മസീദ് ഫിഹിയാണ്. റുബായി മുജറദിന് ഒരേ ഒരു വസനാണുള്ളത്. സുലാസി മുജറദ്, സുലാസി മസീദ് ഫിഹി, റുബായി മുജറദ്, റുബായി മസീദ് ഫിഹി. 4 രൂപത്തിലാണ് ഫിഅലിന്റെ സ്ട്രക്ചർ വരിക. അപ്പം റുബായി മുജറദ് 4 അക്ഷരം അസ്ലിയായിട്ട് വരുന്നത് ഒരേ ഒരു വസനാണ് ഫഅലല എന്ന വസന്. ദഹ്റജ പോലെ, തർജമ പോലെ, സൽസല പോലെ, ഇതൊക്കെ റുബായി മുജറദിൽ വരുന്നതാണ്. അത് ഒറ്റ പാറ്റേണേ ഉള്ളൂ. ഈ ഫഅലലയുടെ സിയാദത്തായിട്ട് റുബായി മസീദ് ഫിഹി ആയിട്ട് 3 വസനാണ് വരിക. 3 വസന് ഒന്ന് തഫഅലലയാണ് താ വർദ്ധിച്ചുകൊണ്ട്, മറ്റൊന്ന് ഇഫ്അലലയാണ് അംസയും നൂനും അധികരിപ്പിച്ചുകൊണ്ട്, മറ്റൊന്ന് ഇഫ്അലല്ലയാണ് അംസയും അവസാനത്തെ തദ്ഈഫും ചെയ്തുകൊണ്ട്. ഇങ്ങനെ 3 രൂപത്തിൽ സുലാസി മസീദ് ഫിയും. ഇപ്പൊ ബഅസറയുടെ തഫഅലൽ വസനാണ് തബഅസറ, ഹർജമ എന്നതിന്റെ ഇഫ്അലല വസനാണ് ഇഹ്റഞ്ചമ, കശ്അറ എന്നതിന്റെ ഇഫ്അലല്ല വസനാണ് ഇക്ശഅറ. അങ്ങനെ തഫഅലല, ഇഫ്അലല, ഇഫ്അലല്ല എന്നീ 3 രൂപത്തിലാണ് റുബായി മസീദ് ഫിഹി വരുന്നത്. അപ്പൊ ത്വംഅന എന്നാണ് റുബായി മുജറദ് ഉള്ളത്. ആ ത്വംഅനയുടെ 3ാമത്തെ ഇഫ്അലല്ല എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇത്തുമ അന്ന എന്ന് വരുന്നത്. അപ്പൊ എന്തധികം വരും? ത്വംഅന എന്ന അസിലാണ്. ത്വാ, മീമ്, അംസ, ഒരു നൂന്, ഇതാണ് അസില് ത്വംഅന. അതിൽ എന്ത് സായിദയായി? ആദ്യത്തെ അംസയും പിന്നെ തദ്ഈഫ് ചെയ്യുമ്പോൾ നൂന്, ആ തദ്ഈഫ് ചെയ്ത നൂനുമാണ്. നൂനായതുകൊണ്ട് നൂന്, ഇവിടെ റാ ആയതുകൊണ്ട് റാ, അവസാനത്തെ അക്ഷരം തദ്ഈഫ് ചെയ്യും. അപ്പൊ സായിദയായിട്ട് വന്നത് ഇത്തുമ അന്നയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അംസയും അവസാനത്തെ സായിദയായിട്ട് തദ്ഈഫ് ചെയ്ത നൂനുമാണ് എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി ചോദിക്കാവുന്നത് കാണുന്നത് ഞാൻ പറഞ്ഞുതരും, അവസാനം ചോദിക്കാവുന്നതാണ്.
ഇനി 5 ഏതിന്റെ അർത്ഥം? ചിലപ്പോൾ ഇതിന്റെ അർത്ഥം തന്നെ മനസ്സിലായില്ല. ഇത്തുമഅന്ന എന്നുള്ളതിന്റെ അർത്ഥമാണെങ്കിൽ സമാധാനം ലഭിക്കുക, തുമഅനീനത്ത് ലഭിക്കുക എന്നാണ്. അതാണ് ചോദിച്ചത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ഖുർആനിൽ വന്നില്ലേ? അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. അതാണ് ഇത്തുമഅന്ന. ഇത്തുമഅന്ന ഒന്നും കൂടെ പറയാമോന്നോ? ഇത്തുമഅന്ന എന്നുള്ളത് ഫഅല രൂപത്തിൽ അതിന് തംഅന എന്നാണ് അസ്ല്. തംഅന റുബാഇ മുജറദായതാണ്. തംഅനയിൽ എന്ത് ചെയ്തു? ഈ എന്ന ആദ്യത്തിൽ ഹംസയും അവസാനത്തിൽ നൂനും സായിദിയാക്കി ഇഫ്അൽ അല്ല എന്ന വസനാക്കിയതാണ്. അങ്ങനെയാണ് ഇത്തുമഅന്ന എന്ന് ആകുന്നത്. ഇതിന്റെ ആൻസർ രണ്ടാമത്തെ തന്നെയാണ്. അസ്റഅക സായിഖു സയ്യാറാത്ത്. ഇത് പരീക്ഷയ്ക്ക് പല ആളുകൾക്കും തെറ്റിപ്പോയത്. സായിഖു സയ്യാറാത്ത് നാലാമത്തതൊക്കെ എഴുതിയ ആളുകളുണ്ട്. അപ്പൊ ഇവിടെ അതില്ലാതെ അലിഫിടാനും പറ്റൂല. നൂനെ കളഞ്ഞുകൊണ്ട് സായിഖു സയ്യാറാത്തി എന്നാണ് എഴുതേണ്ടത്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാം. തെറ്റിപ്പോയ ആളുകൾക്ക് സായിഖു എന്ന് നാലാമത്തെ എഴുതിയത് എവിടെയാണ് ആ അലിഫിടുക എന്നൊന്ന് പറഞ്ഞുതരാം. അലിഫുൽ ഫാരിക്ക എന്ന് പറയുന്ന ഒരു അലിഫുണ്ട്. ഹുവ ഇഹ്ദൽ ഹുറൂഫ് സായിദ. ഇഹ്ദൽ ഹുറൂഫ് സായിദ അത് സായിദയായിട്ട് വരുന്ന ഒരു അലിഫാണ് അലിഫുൽ ഫാരിക്ക. ഒരുപാട് അലിഫുണ്ട്, അതിൽപ്പെട്ടാണിത്. വഹിയ തുക്തബ് വലാ യുൻതഖ് ബിഹ. അലിഫുൽ ഫാരിക്ക എഴുതപ്പെടും, പക്ഷെ അത് ഉച്ചരിക്കാത്തതാണ്. അത് എവിടെയാണ് വരിക? വതഅതി ബഅദ വാവിൽ ജമാഅ. വാവുൽ ജമാഅത്തിന്റെ കൂടെ വരും അൽ മുതതരിഫ. അവസാനത്തിൽ എൻഡിൽ വരുന്ന വാവുൽ ജമാഅത്ത് അൽ മുത്തസില ബി ഫിഇൽ മാളിൻ. ഒന്നെങ്കിൽ മാളിയായ ഫിഇലിന്റെ കൂടെ ദഹബൂ എന്ന് എഴുതുമ്പോൾ അലിഫ് കൊടുക്കണം, കതബൂ എന്ന് എഴുതുമ്പോൾ അലിഫ് കൊടുക്കണം, ലറബൂ എന്ന് എഴുതുമ്പോൾ അലിഫ് കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ അംർ ഇദ്ഹബൂ, അംറിന്റെ വാവ് വരുമ്പോ, അംറിൽ വാവുൽ ജമാഅത്ത് വരുമ്പോ, അല്ല ഇദ്രിബൂ ഉൻസുറു, അവിടെ അവസാനം അലിഫ് ഇടണം. അതൊക്കെ അലിഫുൽ ഫാരിക്ക എന്നാ പറയാ. അല്ലെങ്കിൽ മുദാരിയിൽ എവിടെയാണ്? മുദാരിൽ യഫ്അലൂന യക്തുബൂന എന്നല്ലേ ജമ്മ വരുമ്പോ വരിക. പക്ഷെ നൂനെ കളയുന്ന സമയത്ത് മൻസൂബാകുമ്പോ നൂനെ കളയും. ലൻ വന്നാൽ ലൻ യദ്രിബൂന എന്ന് പറയൂല, ലൻ യദ്രിബൂ, ലം യദ്രിബൂ. അപ്പൊ നസ്ബിന്റെയും ജസ്മിന്റെയും സമയത്ത് നൂനെ കളയും. അങ്ങനെ നൂനെ കളഞ്ഞു വരുന്ന സ്ഥലത്തും എന്തായിരിക്കണം? അലിഫുൽ ഫാരിക്ക കൊടുക്കണം. ഏതുപോലെ? ഫഇല്ലൻ തഫ്അലു വലൻ തഫ്അലു. അവിടെ ലൻ തഫ്അലു എന്ന ജസ്മാണ്, ലൻ തഫ്അലു എന്ന നസ്ബുമാണ്. നൂനെ കളഞ്ഞപ്പോ അലിഫ് കൊടുത്തു. അവിടെയാണ് അലിഫുൽ ഫാരിക്ക കൊടുക്കുക. അംർ ഫെയിൽ അല്ല, മാളിയില് വാവുൽ ജമാഅത്ത് വരുമ്പം, അംറിൽ വാവുൽ ജമാഅത്ത് വരുമ്പം, മുദാരിയിലും വാവുൽ ജമാഅത്തിന്റെ സമയത്ത്, പക്ഷെ അവിടെ നൂനെ കളയുന്ന സമയത്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് നസ്ബിന്റെയും ജസ്മിന്റെയും സമയത്ത്. മൽ ഫർഖു ഹുന എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ? ഫാരിക്കാന്ന് പേര് വന്നാണോ ചോദിച്ചത്? അങ്ങനെയാണെ പറയാൻ പോകുന്നുണ്ട്, അല്ല മറ്റെന്താണോ ചോദ്യം? ക്ലാരിഫൈ ചെയ്തോണ്ടായിക്കണേ, എങ്ങനെ മനസ്സിലാവും. ഒന്നുകൂടെ പറയാമോന്ന്. അതായത് അലിഫുൽ ഫാരിക്ക എന്ന് പറയുന്ന ഒരു അലിഫുണ്ട്. ആ അലിഫാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സായിഖു എന്ന വാവിന് ശേഷം അലിഫ് കൊടുത്തത് ചില ആളുകൾ എഴുതി പോയത്. അവിടെ കൊടുക്കില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അലിഫുൽ ഫാരിക്ക വരുന്നത് 3 സ്ഥലത്താണ്. വാവുൽ ജമാഅത്ത് ചേരുമ്പോ നിരുപാധികം പറയുമ്പോൾ അത് എവിടെയൊക്കെ? മാലിയായ ഫീൽഡിന്റെ കൂടെ വാവുൽ ജമാഅത്ത് ചേരുമ്പോൾ ആ വാവിന് ശേഷം ഒരു അലിഫ് എഴുതണം. അതുപോലെ അംർ ഫീൽഡ് വാവുൽ ജമാഅത്ത് ചേരുമ്പോൾ ആ വാവിന് ശേഷം ഒരു അലിഫ് എഴുതണം. മുദാരിയായ ഫീൽഡും വാവുൽ ജമാഅത്ത് ചേരും, പക്ഷെ യഫ്അലൂന എന്ന് പറയുമ്പോൾ നൂനുണ്ടാവും. നൂനുള്ള സമയത്ത് എഴുതൂല, നൂനെ കളയുമ്പോൾ അവിടെ എഴുതണം. നൂനെ കളയൽ എപ്പോഴാ? ജസ്മോ നസ്ബോ വരുന്ന സമയത്ത് യഫ്അലൂ യദ്രിബൂ യക്തുബൂ എന്ന് പറയുമ്പോൾ അവിടെയും അലിഫുൽ ഫാരിക്ക എഴുതണം. ആ 3 സ്ഥലത്താണ് അലിഫുൽ ഫാരിക്ക എഴുതുക. ഫഇദാ കാനത്തിൽ വാവു ഗൈറ വാവിൽ ജമാഅത്ത്, വാവുൽ ജമാഅത്തിൻ്റെതല്ല എങ്കിൽ പറയുന്നുണ്ട്, അതാണ് പറയാം വജൂ തസ്മിയത്ത് ലാ തൽഹഖു അൽ അലിഫ്, അലിഫ് അതിനോട് ചേരൂല. ഇപ്പൊ യഗ്സു യദ്ഉ എന്നുണ്ടല്ലോ, ഇവിടെ വാവുൽ ജമാഅത്തല്ല, ഇത് അസ്ലിയായ വാവാണ്. എന്നാൽ യദ്ഊന എന്നുള്ളിടത്തിൽ ഇപ്പൊ ഇതേപോലെ ലം യദ്ഉ എന്ന് പറഞ്ഞു. എന്നാൽ ലം യദ്ഉ എന്ന് ജമ്മാക്കിയാലും ലം യദ്ഉ എന്ന് തന്നെയാണ് പറയാം. ഇപ്പൊ ദഅ എന്നുള്ള ഫീലിന്റെ മുദാരിയാണല്ലോ യദ്ഉ. യദ്ഉ യദ്ഉവാനി യദ്ഉന എന്നാണ്, യദ്ഉന. അപ്പൊ യദ്ഉ എന്ന് ഫസ്റ്റിൽ വരുന്നത്, അത് ജസ്മ് വരുമ്പോൾ ലം യദ്ഉന എന്നുള്ളതും ലം യദ്ഉ എന്നുള്ളതും ജസ്മ് വരുമ്പോ ഒക്കെ എന്ത് ചെയ്യും? അതുപോലെ ജസ്മ് വരുമ്പോൾ വരൂല, അല്ലാതെ വരുമ്പോ യദ്ഉ എന്ന് പറയുമ്പോഴും യദ്ഉന എന്ന് പറയുന്ന നൂന് കളഞ്ഞാലും ഒരുപോലെ വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ് അസുലിയായ വാവ്, ചുരുക്കി പറഞ്ഞാൽ അസുലിയായ വാവും
ജമ്മിന്റെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അറിയിക്കാനുള്ള അലിഫാണ് അലിഫുൽ ഫാരിഖ. അതാണ് ആ പേര് കിട്ടിയത്, വജൂ തസ്മിയ. ഓക്കെ. ഫൈദാക്കുല്ല അർരിജാലു ലൻ യഅസൂ എന്ന് പറഞ്ഞാൽ വലൻ യദ്ഉ എന്ന് പറഞ്ഞാൽ അവിടെ അലിഫ് എഴുതും. കാരണം യഅസൂ എന്നുള്ള അർരിജാലാണ്, അവർ എന്നാണ്. യദ്ഉ എന്ന് പറയുമ്പോൾ അവർ എന്നാണ്, ജമ്മിന്റെ വാവാണ്, അവിടെ അലിഫ് എഴുതും, മുഫ്രദിന്റെ വാവിന്റെ കൂടെ എഴുതൂല. അതുപോലെ കദാലിക ലാ തുസാദുൽ അലിഫു ബഅദ വാവിൽ ജംഇ മുത്തസിലതി ബിസ്മിൻ, ഒരു ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുന്ന വാവുൽ ജം, നമ്മൾ ഫിഇലിന്റെ കൂടെയാണ് അലിഫുൽ ഫാരിഖ എഴുതുക, ഇസ്മിന്റെ കൂടെ എഴുതൂല. വഇൻ കാനത്ത് മുതതരിഫതൻ, അത് അവസാനത്തിൽ വന്നൊരു വാവാണ്, ഒരു പദത്തിന്റെ എൻഡിലാണ് ആ വാവ്, എന്നാലും ശരി അവിടെ എഴുതൂല. ഏതുപോലെ ഹഉലാഇ ളാരിബൂ സൈദിൻ, അവിടെ ലാരിബൂ സൈദിൻ, സൈദിനെ അടിക്കുന്നവർ എന്നാണ്. ലാരിബൂ എന്ന് കഴിഞ്ഞിട്ട് അലിഫ് എഴുതാൻ പറ്റൂല. എന്തുകൊണ്ട്? ലാരിബു എന്നതും ഒരു മാളിയായ ഫീലല്ല, ലാരിബു എന്നത് ഒരു അംർ ഫീലല്ല, ലാരിബു എന്നത് നൂന് കളഞ്ഞൊരു മുലാരിയായ ഫീലല്ല. ഇതൊന്നുമല്ല ലാരിബു. ലാരിബൂന എന്ന ജമ്മു മുദക്കർ സാലിമാണ്. ജമ്മു മുദക്കർ സാലിമിന് ഇലാഫത്തിന്റെ സമയത്ത് നൂനെ കളയൽ നിർബന്ധമാണ്. അങ്ങനെ നൂന് കളഞ്ഞു വന്നതാണ് ലാരിബു എന്നുള്ളത്. അവിടെ അലിഫുൽ ഫാരിഖ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സായിഖു സയ്യാറ എന്ന് പറയുന്ന അവിടെയും അങ്ങനെയാണ്. സായിഖൂന എന്നത് ജമ്മു മുദക്കർ സാലിമാണ്. ജമ്മു മുദക്കർ സാലിമിന്റെ നൂനെ കളഞ്ഞത് മുലാഫ് ആയതുകൊണ്ടാണ്, അത് ഇസ്മാണ്, അതിലൊരിക്കലും അലിഫുൽ ഫാരിഖ എഴുതൂല. അപ്പൊ അലിഫ് കൊടുത്തുകൊണ്ട് വന്ന ഓപ്ഷൻ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഫളാരിബു കുതിബത് ബിദൂനി അലിഫിൻ ബഅദൽ വാവി ലിഅന്നൽ കലിമത ജംഉ മുദക്കറിൻ സാലിം, മുലാഫായ ജമ്മു മുദക്കർ സാലിം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. ഇനി 6. ഓക്കെ, ശരിയായത് ദഫഅ എന്നുള്ള. ഒരു 2 മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നു.
അല്ലാഹു ഓക്കെ. അപ്പൊ സുലാസി മുജറദ് ദഫഅ എന്നതിന്റെ ഇൻഫഅല വസ്നാണ് ഇൻദഫഅ യൻദഫഉ എന്നുള്ളത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. എന്താന്ന് പറഞ്ഞാൽ ഇഫ്തഅല വസ്നിലും പലപ്പോഴും എന്താവുന്നുണ്ട്, തായിനെ മാറ്റി ദാലൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ നഫഅയുടെ ഇഫ്തഅൽ ആയിക്കൂടെ എന്നൊക്കെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഇഫ്തഅല വസ്നിന്റെ ഫാഇന്റെ സ്ഥാനത്ത് ദാലോ ദാലോ സായോ വന്നാലാണ് തായിനെ ദാലാക്കി മാറ്റുക എന്നാണ് നിയമം. ദാലോ അല്ലെങ്കിൽ ലാലോ അല്ലെങ്കിൽ സായോ. ഇപ്പൊ സഹറ എന്ന് വന്നു. സഹറ എന്നുള്ളത് നമ്മൾ ഫേൽ ഇഫ്താലാക്കിയാൽ ഇസ് തഹറ എന്നുണ്ടാവും. അത് ഇസ് ദഹറ എന്നാ പറയാം. തായിനെ ദാലാക്കും. അല്ലാതെ നൂനൊന്നും വന്നാൽ മാറ്റൂല. അപ്പൊ ഇവിടെ ശരിയായത് ദഫഅ എന്നതിന്റെ ഇൻഫഅല വസ്നാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 7 എളുപ്പമുള്ള ചോദ്യം. ഓക്കെ, ശരിയായതാണ്. കാരണം ലൈത്ത എന്നത് ഇന്ന അഹ്വാത്തിൽപ്പെട്ടാണ്. ഇന്നാക്ക അന്നാലാക്കിന്ന ലൈത്താല അല്ല എന്ന് പറയുന്ന 6 അത് ഇസ്മിൻ നസ്ബു ഖബറിന് റഫ്ഉം കിട്ടുന്നതാണ്. നമുക്കൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഷബാബു ആയിദ് എന്നുള്ള ലൈത്ത കടന്നാൽ ലൈത്ത ഷബാബ ആയിദുൻ എന്നായിട്ട് മാറും. രണ്ടാമത്തിൽ 2 റഫ് ആണ്, അത് തെറ്റാണ്. മൂന്നാമത്തേത് കാനാഹ്വാത്തിന്റെ ഏറാബാണ്, അതും തെറ്റാണ്. നാലാമത്തേൽ 2 നസ്ബാണ്, അതും തെറ്റാണ്. ഒന്നാമത്തതാണ് ശരിയായത്. 8 يكثر النخل في الحديقة التي فيها أشجار مثمرة. ഓക്കെ, ഡി ആണ് ശരിയായത്. നഅത്ത് മർഫൂഉൻ ബിൽ ലമ്മത്തി എന്നുള്ളതാണ്. യക്സുറു നഖ്ലു ഫിൽ ഹദീഖ അല്ലതി ഫീഹ, അതിലുണ്ട് അഷ്ജാറുൻ മുസ്മിറത്തുൻ എന്നാണ്. അഷ്ജാറുൻ ഫീഹ എന്നാണ്. അതായത് ഫീഹ എന്നത് ജാർ മജ്റൂർ ഖബർ മുഖദ്ദമാണ്. അഷ്ജാറുൻ എന്നുള്ളത് അതിന്റെ മുബ്തദാ മുഅഖറാണ്. ആ അഷ്ജാറുൻ എന്നതിന്റെ സിഫത്തായിട്ടാണ് മുസ്മിറ, ഫലം കായ്ക്കുന്ന മരങ്ങൾ, അഷ്ജാറുൻ മുസ്മിറത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അഷ്ജാറുൻ എന്നത് ഐറാഖിലിന്റെ ജമ്മായതുകൊണ്ട് അത് മുഫ്രദ് മുഅന്നസ് കൊണ്ട് സിഫത്ത് പറഞ്ഞതാണ്. അപ്പൊ നഅത്ത് മർഫൂഉൻ ബിൽ ലമ്മത്തി എന്ന 4ാമത്തതാണ് ശരിയായ ആൻസർ. ചോദ്യങ്ങൾ ഡൗട്ടിൽ എഴുതി വെക്കുന്ന നമ്പർ പറയണേ, എങ്കിലേ കറക്റ്റ് ഇതാക്കാൻ കഴിയും. നോട്ട് ചെയ്യിക്കുമ്പോൾ അതും കൂടി നോട്ട് ചെയ്തൊക്കെ നമ്പറും കൂടി. ഷാഹത്തു തലാമിദ ഡാഷ് ഫിൽ മദ്രസ. ഓക്കെ, ഇത് പല ആൾക്കാരും എന്ത് ചെയ്തു, തലാമിദത്തല്ലേ അല്ലത്തി എന്നൊക്കെ എഴുതി വെച്ചു, അല്ലെ അല്ലാത്തിയൊക്കെ എഴുതിയവരൊക്കെ ഉണ്ട്. തലാമിദത്ത് എന്ന് താഴ് കാണുമ്പോഴേക്ക് ചാടിക്കടന്ന് മുഅന്നസ് ആണെന്ന് വിചാരിക്കരുത്. തിൽമീദിന്റെ ജമ്മാണ് തലാമിദത്ത്, അസാത്തിദത്ത് ഉസ്താദിന്റെ ജമ്മാണ്. അങ്ങനെയൊക്കെയുള്ള ജമ്മുകൾ അത് ജമ്മു മുദക്കറാണ്. അപ്പൊ ഷാഹത്തു തലാമിദത്ത അല്ലദീന യദുറുസൂന ഫിൽ മദ്രസ എന്നുള്ളതാണ് ശരിയായ ആൻസർ. 3ാമത്തതാണ്. ഗുഡ്. 10 ഡെഫിനിഷൻ കൊടുത്തിട്ട് ഏതാണെന്ന് ചോദിച്ചതാണ്. വളരെ എളുപ്പമാണ്. ഇസ്മുൻ മൻസൂബുൻ മുവാഫിഖുൻ ലിൽ ഫിഅലി ഫീ ലഫ്ളിഹി വയജീഉ ബഅദൽ ഫിഅലി ലിതഅകീദിഹി ഔ ലിബയാനി നൗഇഹി ഔ അദദിഹി. ഹദാ തഅരീഫ്. ഓക്കെ, എളുപ്പമാണ്. മഫ്ഊൽ മുത്ലഖാണ്. 5 തരം മഫ്ഊലുകളാണ്. മഫ്ഊലും ബിഹി, മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ ലഹു, മഫ്ഊൽ ഫീഹി, അങ്ങനെ പിന്നെ മഫ്ഊൽ മാഹു. 5 തരത്തിലുള്ള മഫ്ഊലുകൾ നമ്മൾ കൃത്യമായിട്ടും ജസ്റ്റ് നോക്കി വെക്കണം. അതിൽ മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ അത് ഫിഅലിനോട് യോജിച്ചുകൊണ്ട് അതേപോലെ വരുന്ന ലറബ്തു ലർബൻ എന്ന് പറയുന്ന രൂപത്തിൽ വരുന്ന മഫ്ഊലാണ്. അത് ഒന്നെങ്കിൽ ഫിഅലിനെ തഅക്കീദ് ചെയ്യാൻ, അല്ലെങ്കിൽ നൗഇനെ ബയാൻ ചെയ്യാൻ,
അല്ലെങ്കിൽ അതതിനെ ബയാൻ ചെയ്യാൻ ഈ മൂന്നാല് പ്രാവശ്യത്തിനാണ് വരികയും ചെയ്യുക. അത് ഓപ്ഷൻ ഡെഫിനിഷൻ കൊടുത്തിട്ട് ചോദിച്ചതാണ്. 11 ഇംലഇൽ ഫറാഅ ഫിൽ ജുംലത്തി താലിയത്തി ബിൽ ഫിഅലിൽ മുനാസിബ് അൻതി യാ സൈനബു ലം. ലം തൽ അബി എന്നുള്ളതാണ് ശരിയായത്. മൂന്നാമത്തെ ആൻസർ ആണ്. കാരണം തൽ അബീന സൈനബിനോട് ലം തൽ അബീന, സൈനബ എന്നത് പെണ്ണാണ്, അവളോട് പറയുമ്പോൾ തൽ അബീന എന്നാണ് പറയുക. ഈ തൽ അബീന എന്നുള്ളതിൽ ജസ്മ് വരുന്ന സമയത്ത് നൂനെ കളയും. ഇത് അഫ്ആലുൽ ഹംസയിൽ പെട്ടതാണ്. അഫ്ആൽ ഹംസ ഏതാ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അഫ്ആൽ ഹംസ കുല്ലു ഫിഇലിൻ, അത് ഡെഫിനിഷൻ ആദ്യം പറയാം. കുല്ലു ഫിഇലിൻ മുളാരിഇൻ ഇത്തസല ബിഹി അലിഫുൽ ഇസ്നൈനി വാവുൽ ജമാഉ യാഉൽ മുഖാത്തബ. അലിഫുൽ ഇസ്നൈനിയോ വാവുൽ ജമാഅത്തോ യാഉൽ മുഖാത്തബത്തോ ചേർന്ന് വന്നിട്ടുള്ള മുളാരിയായ ഫീലാണ്. ഏത് ചുരുക്കി പറഞ്ഞാൽ യഫ്അലാനി യഫ്അലൂന, തഫ്അലാനി തഫ്അലൂന തഫ്അലീന. ഏതൊരു മുളാരിയുടെ കൂട്ടത്തിലും 14 രൂപം ഉണ്ടാവും. യഫ്അലി യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു എന്ന് പറയുന്ന 16 പാറ്റേണിൽ 5 എണ്ണമാണ് അതിൽ യഫ്അലാനി യഫ്അലൂന, തഫ്അലാനി തഫ്അലൂന തഫ്അലീന. ഈ 5 എണ്ണത്തിനാണ് അഫ്ആലുൽ ഖംസ. നേരത്തെ അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞതുപോലെ മറ്റൊന്നാണ് അഫ്ആൽ ഖംസ, ഫുറൂഇയായ ഇറാബിൽപ്പെട്ടതാണ്. ഇതിന്റെ ഇറാബ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നൂനിനെ കൊണ്ട് റഫ്, സുബൂത്ത് നൂന് കൊണ്ട് റഫ്, നൂനിനെ കളയൽ കൊണ്ട് നസ്ബും ജസ്മും എന്നാണ്. അപ്പൊ യഫ്അലാനി തഫ്അലാനി എന്ന് പറയും റഫിന്റെ സമയത്ത്. യഫ്അലാ തഫ്അലാ യഫ്അലൂ തഫ്അലൂ തഫ്അലി എന്ന് പറയും നസ്ബിന്റെയും ജസ്മിന്റെയും സമയത്ത്. അപ്പൊ തൽ അബീന എന്നുള്ളത് ലം കടന്നതുകൊണ്ട് ലം തൽ അബി എന്ന് ജസ്മ് ചെയ്തുകൊണ്ട് പറഞ്ഞത് അഫ്ആൽ ഖംസ ആയത് കൊണ്ടാണ്. 12 അൽ മുതഫവ്വിഖു ഫിൽ മുബാരിസ മംനൂഹുൻ ജായിസ. പല ആളുകളും തെറ്റിപ്പോയ ആൻസർ ആണ്. മഫ്ഊലുൻ സാനിൻ എന്ന സി ആണ് ശരിയായത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കാം. അൽ മുതഫവ്വിഖു ഫിൽ മുബാരിസ, ദ്വന്ദ്വയുദ്ധത്തിൽ ഗുസ്തി മത്സരത്തിലൊക്കെ വിജയിച്ചവൻ മംനൂഹും, അവന് നൽകപ്പെടുന്നതാണ് ജായിദ, സമ്മാനം നൽകപ്പെടും. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ മംനൂഹൻ എന്ന പദം ഒരു ഇസ്മു മഫ്ഊലാണല്ലോ. മനഹ എന്നതിന്റെ ഇസ്മു മഫ്ഊലാണ് മംനൂഹ് അല്ലെ. ഒരു സുലാസി മുജറദായ ഫീലിന്റെ ഇസ്മു ഫായിൽ ഫായിൽ രൂപത്തിലും ഇസ്മു മഫ്ഊൽ മഫ്ഊൽ രൂപത്തിലുമാണ് എടുക്കുക. ലറബയുടേത് ലാരിബ് ഇസ്മു ഫായിൽ, മദ്റൂബ് ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ. കതബയുടേത് കാത്തിബ് ഇസ്മു ഫായിൽ, മക്തൂബ് ഇസ്മു മഫ്ഊൽ. അതുപോലെ മനഹയുടേത് മാനിഹ് ഇസ്മു ഫായിൽ, മംനൂഹ് ഇസ്മു മഫ്ഊൽ. അപ്പൊ ഒരു മംനൂഹ് എന്നത് ഇസ്മു മഫ്ഊലാണല്ലോ. ഇസ്മു മഫ്ഊലും ഇസ്മു ഫായിലും ഒക്കെ അമല് ചെയ്യും. ഫീലിന്റെ അമൽ എന്താ? ഫീലിന്റെ അമല് ഫായിലിന് റഫ് ചെയ്യുക, മഫ്ഊൽ നസ്ബ് ചെയ്യുക എന്നല്ലേ. ഫീലിന്റെ അമല് ചെയ്യും ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊലും. എന്താ വ്യത്യാസം? ഷർത്തൊക്കെ ഒരുപോലെയാണ്, അമല് ചെയ്യാനുള്ള ഉപാധികളൊക്കെ ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊലിനും ഒരുപോലെയാണ്. ഇസ്മു ഫായില് മഅറൂഫായ ഫീലിന്റെ അമലാണ് ചെയ്യുക. ഇസ്മു മഫ്ഊല് മജ്ഹൂലായ ഫീലിന്റെ അമലാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിൽ വന്നു കഴിഞ്ഞാൽ ശേഷം ഫായിലും മഫ്ഊലുമാണ് ഉണ്ടാവുക. ലാസിമാണെങ്കിൽ ഫായിൽ മാത്രം, അല്ലെങ്കിൽ മഫ്ഊൽ ഉണ്ടാവും. ഇസ്മു മഫ്ഊൽ വന്നു കഴിഞ്ഞാൽ നായിബ് ഫായിലാണ് ഉണ്ടാവുക. അപ്പൊ ലുരിബ എന്ന് പറഞ്ഞാൽ ശേഷം നായിബ് ഫായിൽ വരുമ്പോഴാണ്, മദ്റൂബ് എന്ന് പറഞ്ഞാലും ശേഷം വരുന്നത് നായിബ് ഫായിലായിരിക്കും. അതിന്റെ അമലാണ് ചെയ്യുക. അപ്പൊ അമൽ ചെയ്യാനുള്ള ഷർത്ത് എന്താ? ഒന്നെങ്കിൽ ഇസ്മു ഫായിലോ ഇസ്മു മഫ്ഊലോ അലിഫ്ലാം വേണം, അല്ലെങ്കിൽ അലിഫ്ലാം ഇല്ലാതിരിക്കണം. അലിഫ്ലാം ഇല്ലാതിരിക്കുമ്പോൾ അവിടെ 2 ഷർത്തുണ്ട്. അലിഫ്ലാം ഉണ്ടെങ്കിൽ നിരുപാധിക അമൽ ചെയ്യും. അലിഫ്ലാം ഇല്ല എങ്കിൽ ആ അറിയുന്നത് ഒന്നെങ്കിൽ പ്രസന്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാവണം. ചിലപ്പം പാസ്റ്റിന്റെ അർത്ഥത്തിൽ വരും. അങ്ങനെ ആവാതെ പ്രസന്റിനെയോ ഫ്യൂച്ചറിനെയോ സൂചിപ്പിക്കുന്ന അർത്ഥത്തിൽ വരുന്ന ഇസ്മു മഫ്ഊലോ ഇസ്മു ഫായിലോ ആവണം. ഇസ്മു മഫ്ഊൽ ആവണം. മാത്രമല്ല രണ്ടാമത്തത്, ആ ഇസ്തിഫാമിന്റെ കൂടെ ഒന്നെങ്കിൽ ആ ഇസ്മു മഫ്ഊലിന്റെ കൂടെ ഇസ്തിഫാം വേണം, അല്ലെ നിദാന്റെ അർഫ് വേണം, അല്ലെ നെഫി വേണം, അല്ലെങ്കിൽ ആ ഇസ്മു മഫ്ഊല് സിഫത്തായിട്ട് വരണം, അല്ലെങ്കിൽ ഹാലായിട്ട് വരണം, അല്ലെങ്കിൽ ഖബറായിട്ട് വരണം. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഇസ്മു മഫ്ഊലും ഇസ്മു ഫായിലും ഒക്കെ അമല് ചെയ്യും.
അപ്പൊ അമല് ചെയ്യുമ്പോൾ ഏത് ഫീലിന് അമല് ചെയ്യുന്ന നമുക്ക് ഇവിടെ ഉദാഹരണത്തിലേക്ക് പോകാൻ ഇനി ദാ മംനൂഹുൻ ജായിസത്ത് എന്ന അൽ മുത്തഫവിഖു എന്നത് മുബത്തദയാണ്. ഫിൽ മുബാറസത്തി എന്നുള്ള ജാറു മജ്റൂറാണ്. മുത്തഫവിഖിന്റെ ഖബറാണ് മംനൂഹ്. അലിഫ്ലാം ഇല്ലാത്ത എന്താണ് ഇസ്മു മഫ്ഊലാണ്. അലിഫ്ലാം ഇല്ല എങ്കിൽ ഹാലോ മുസ്തഖ്ബിലോ അർത്ഥം ഉണ്ടായിരിക്കണം. ആ അർത്ഥമാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഷർത്ത് ഏതെങ്കിലും വേണം, ഇസ്തിഫാം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഖബറായി വരിക. ഖബറാണ് ഇവിടെ മുബ്തദയുടെ ഖബറാണ്. അപ്പൊ അമല് ചെയ്യും. ഇനി എന്തിന്റെ അമല ചെയ്യാന്നാണ് ചർച്ച. ഇസ്മു മഫ്ഊല് മജ്ഹൂലായ ഫീൽ നായിബ് ഫായിൽ ഉണ്ടാവും. ഒരു മഫ്ഊലതിന്റെ ഒന്നാം മഫ്ഊല് നായിബ് ഫായിലായിരിക്കും. ഇപ്പോ ലറബ്തു സെയ്ദൻ അല്ലെ ലറബ മുഹമ്മദുൻ സെയ്ദൻ എന്ന് പറഞ്ഞാൽ മജ്ഹൂലാക്കിയാൽ ലുരിബ സെയ്ദുൻ ആണ്. മുഹമ്മദ് എന്ന ഫായിലിനെ കളിയും സെയ്ദൻ എന്ന ഒന്നാം മഫ്ഊൽ നായിബ് ഫായിലായിട്ട് വരും, ലുരിബ സെയ്ദുൻ. എന്നാൽ അഅ്തൈതു മുഹമ്മദൻ കിതാബൻ, ഞാൻ മുഹമ്മദിന് കിതാബ് നൽകി. അഅ്തൈതു ഫീലും ഫായിലാണ്, മുഹമ്മദ് ഒന്നാം മഫ്ഊലാണ്, കിതാബൻ രണ്ടാം മഫ്ഊലാണ്. രണ്ട് മഫ്ഊൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫീലിന്റെ ഒന്നാം മഫ്ഊൽ നായിബ് ഫായിലായിട്ട് വരും, രണ്ടാമത്തത് മഫ്ഊലായിട്ട് വരും. അപ്പൊ അതിനെ മജ്ഹൂലാക്കിയാൽ ഉഅ്തിയ മുഹമ്മദുൻ കിതാബൻ എന്നാ പറയാം. അപ്പൊ ഉഅ്തിയ ഫീൽ മജ്ഹൂലാണ്, മുഹമ്മദുൻ നായിബ് ഫായിലാണ്, കിതാബൻ എന്നത് മഫ്ഊലുൻ സാനിയാണ്. ഇവിടെ വന്നതും അതുപോലെയാണ്. മംനൂഹ് മനഹ എന്നത് രണ്ട് ഫീലിനെ നസ്ബ് ചെയ്യുന്നതാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? ഒന്നാമത്തെ മഫ്ഊൽ നായിബ് ഫായിലായിട്ടും രണ്ടാമത്തത് മഫ്ഊലായിട്ടും വരും. അപ്പൊ മംനൂഹുൻ അയാൾക്ക് നൽകപ്പെടുന്നതാണ്. അവിടെ ഒരു ദമീർ ഉണ്ട്, അതാണ് നായിബ് ഫായില്. ജായിസത്തൻ എന്നത് രണ്ടാം മഫ്ഊലുമായിട്ടാണ് വരിക എന്നുള്ളതാണ്. ഇതാണ് ഈ പറയപ്പെട്ടതിലുള്ള വിധി. ഇസ്മു മഫ്ഊൽ അമൽ ചെയ്തതാണ്. പതിമൂന്ന്. ഇപ്പൊ ഈ രൂപത്തിലൊക്കെയുള്ള പരീക്ഷയ്ക്ക് വരല് സി ഓൺലി ബി ഓൺലി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മൂന്നാമത്താണ് ശരിയായത്, അത് ആൻസറിൽ ശരിയായത്. ചോദ്യം താഴെ പറയുന്ന തസ്രീഹാത്തുൽ ആത്തിയ സ്വഹീഹ, എല്ലാം ശരിയാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ഒന്നൊഴികെ. ആ മൂന്ന് പ്രസ്താവന കൊടുത്തു, രണ്ടെണ്ണം ശരിയാണ്, ഒന്ന് തെറ്റാണ് അല്ലേ? എന്നിട്ട് പറയാണ് ഇഹ്ദാ അശറത്ത സനത്തൻ, അത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ ശരിയാണ്. അഹദ അശറാമൻ, അതും ശരിയാണ്. തെറ്റുള്ളത് ഏതാ? ഒന്നൊഴികെയാണല്ലോ. ആ ഒന്ന് ഏതാണ്? സലാസത്ത അശറ സനത്ത് എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഓപ്ഷനിൽ ഒന്ന് ഓൺലി എന്ന് പറഞ്ഞത് ശരിയല്ല, രണ്ട് ഓൺലി എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം അതൊക്കെ എന്താണ്? ശരിയായതാണ്. ഏത് ഒഴികെ നമുക്ക് പറയേണ്ടത്, തെറ്റേതാന്നാ പറയേണ്ടത്. അപ്പൊ മൂന്നാമത്തതാണ്, അത് മാത്രമാണ് എന്താക്കിയത്? തെറ്റുള്ളത്. അപ്പൊ ശരിയായ ആൻസർ 3 എന്നുള്ളതാണ്, 3 ഓൺലി എന്നുള്ളതാണ്. സലാസത്ത അശറ സനത്ത് എന്ന് പറയൂല, കറക്റ്റ് അവിടെ പറയേണ്ടത് സലാസ അശറത്ത സനത്ത് എന്നാണ്. കാരണം 13 പറയാ ശേഷം സ്ലൈഡ് മാറിയില്ല. ഓക്കെ. ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഇർഹമു ഫിഅൽ അംർ മബ്നി അലാ ഹദ്ഫിൻ നൂൻ, 2 മബ്നിയും ബിസുകൂൻ ലിഅന്നഹു ഫിഅൽ അംർ, 3 മബ്നിയും അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല. ഇർഹമു എന്ന പദമാണ് ചോദിച്ചത്. ഓക്കെ, ബി ആണ് ശരിയായത്, ഒന്ന് ഓൺലി എന്നുള്ള. കാരണം ഫീൽ അംറുൻ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂനി എന്നാണ് ശരിയായത്. കാരണം അംറ് ഫീല് മബ്നിയാകുന്നത്, ഒന്ന് സുക്കൂന്റെ മേൽ മബ്നിയാവുന്നത് സ്വഹീഹായ ഫീലാവുകയും അവസാനം ഒന്നും ചേർന്നിട്ടുമില്ലെങ്കിൽ അംറ് ഫീൽ സുക്കൂന്റെ മേൽ മബ്നിയാണ്. അതുപോലെ നൂനും നിസ്വ ചേർന്നാലും ഇഫ് അൽ ഉക്തുബ് അവിടെയൊക്കെ അതുപോലെ തന്നെ ഇഫ് അൽ ന എന്ന് പറയുന്ന നൂനും നിസ്വ ചേർന്നാലും സുക്കൂന്റെ മേൽ മബ്നി. 2 സ്ഥലത്താണ് സുക്കൂന്റെ മേൽ മബ്നി. ഫതഹിന്റെ മേൽ മബ്നിയാകുന്നത് തഅ്കീദിന്റെ നൂന് ചേർന്നാലാണ്. ഇഫ് അൽ അന്ന അല്ലെങ്കിൽ ഇഫ് അലൻ എന്നൊക്കെ പറയുമ്പോൾ ഫതഹിന്റെ മേൽ മബ്നിയാണ്.
ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളിയൽ കൊണ്ട് മബിനിയാണ്, അവസാനം മുഴത്തല്ലാണെങ്കിൽ എന്നുള്ളത് അമ്ര എടുക്കുമ്പോൾ ഉദുഉ ഇല്ലത്തിനെ കളിയും, റമാ എന്നുള്ളത് ഇർമി ഇല്ലത്തിനെ കളിയും, ഇല്ലത്തിന് മേൽ കളിയൽ മബിനിയാണ് മുഴത്തല്ലാണെങ്കിൽ. ഇനി ഹദ്ഫ് നൂനെ കളിയൽ കൊണ്ട് മബിനിയാണ്, അലിഫുൽ ഇസ്നൈനിയോ വാവുൽ ജമാഅത്തോ യാഉൽ മുഖാത്തബത്തോ ചേർന്നാൽ ഇഫ് അലാ എന്നോ ഇഫ് അലൂ എന്നോ ഇഫ് അലി എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മബിനിയാകുന്നത് നൂനെ കളിയൽ കൊണ്ടാണ്. ഇവിടെ ചോദിച്ചത് ഇർഹമു എന്നുള്ളതാണ്. അത് ഇർഹം, ഇർഹമാ, ഇർഹമു എന്ന വാവുൽ ജമാഅത്ത് ചേർന്നതാണ്. അപ്പൊ അവിടെ മബിനിയാകുന്നത് നൂനെ കളിയൽ കൊണ്ടാണ്. 15 യാ ഫാത്തിമ. ഒക്കെ അത് എളുപ്പമുള്ളതാണ്. 3 ഓൺലി ലാത്ത് കുലി അൽ വജബത്ത സരിഅത്ത, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്. ലാത്ത് കുലി, കാരണം നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു കുലി എന്നൊക്കെ ഉള്ളതൊക്കെ അഫ്ആൽ ഖംസയിൽ പെട്ടതാണ്. നൂനെ കളിയൽ കൊണ്ടാണ് ജസ്മ്. അപ്പൊ ലാ വന്നു കഴിഞ്ഞാൽ നെഹിയുടെ ലാമ് വന്നാൽ ജസ്മ് വേണം. ശരിയായത് 3 ആണ്. 16 هذا كتاب طه حسين قرأته 3 مرات وأذكر كثيرا من قصصه. الأسماء النكرة في هذه الفقرة الفكرة. ശരിയായത് 4 ആണ്. 3 മറാത്ത് കസീറൻ, അത് 3 മഅരിഫ നക്കറയാണ്. ബാക്കി എല്ലാത്തിലും മഅരിഫയുണ്ട്. ഏതൊക്കെയാണ് മഅരിഫ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ നക്കീറ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. ഒരു ബൈത്ത് ഉണ്ട്, വഗൈറുഹു മഅരിഫത്തുൻ കബിലില്ലദി ഹും യൂസുഫ് അൽ ഫാളീൽ ദായ മുഹ്തദി എന്ന് പറയുന്ന. പിന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, 7 കാര്യങ്ങളാണ് മഅരിഫ. 7 കാര്യങ്ങൾ. ആ 7 ഒരു ബൈത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഏതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നതൊന്ന് ഇബ്നി എന്ന മുലാഫ്, അല്ലദി എന്ന മൗസൂല, ഹും എന്നത് ലമീറാണ്, യൂസുഫ എന്നത് അലമാണ്, അൽ ഫാദിൽ അലിഫ്ലാം ഉള്ളതാണ്, ദാ എന്നത് ഇസ്മുൽ ഇഷാറയാണ്, മുഹ്തദി എന്നത് മുനാദയാണ്. ഈ 7 മഅരിഫ. നോക്കാം. അക്സാമുൽ മഅരിഫ സബ്. ഒന്ന് ലമീർ, അന, അൻതാഹു, അതൊക്കെ മഅരിഫയാണ്. മറ്റൊന്ന് പേരുകൾ, മുഹമ്മദ്, അബ്ദുള്ള അല്ലെ സ്ഥലത്തിന്റെ പേര് ഒക്കെ മഅരിഫയാണ്. ഇസ്മുൽ ഇഷാറ ഹാദാ ഹാദിഹി ഔലൈക മബ്നി മഅരിഫയാണ്. ഇസ്മുൽ മൗസൂൽ അല്ലദി അല്ലദീന അല്ലാത്തി ഒക്കെ മഅരിഫയാണ്. അലിഫ്ലാം ഉള്ളത് അർറജുൽ അൽ ബൈത്ത് ഒക്കെ മഅരിഫയാണ്. മുനാദ യാ റജുൽ എന്ന് പറയുന്ന അൻകിദിനി അവിടൊക്കെ എന്താണ്? മുനാദ മഅരിഫയാണ്. മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്തത് വളരെ ശ്രദ്ധിക്കാം. മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്ത് കിതാബു സൈദിൻ, കിതാബ് എന്നത് മഅരിഫയാണ്. സൈദിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട്. പക്ഷെ നെക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്താൽ കിതാബു റജുൽ എന്ന് പറഞ്ഞാൽ മഅരിഫയാവില്ല. ഈ 7 മഅരിഫ. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാം, സലാത്ത് മറാത്ത് കസീറൻ അല്ലെ. സലാത്ത് എന്നുള്ളത് മഅരിഫയാണ്. മറാത്ത് മുലാഫിലയാണെങ്കിൽ, കാരണം നെക്കിറയിലേക്ക് ഇലാഫത്താണ്. മറാത്ത് ഓൾറെഡി അലിഫ്ലാം ഇല്ല, നേരത്തെ പറഞ്ഞ 7 വരുന്നില്ല. കസീർ എന്നുള്ളതും വരുന്നില്ല. ഒന്നാമത്തേൽ ഹാദയുണ്ട്, ഇസ്മുൽ ഇഷാറ, ഹു ഉണ്ട്, ലമീർ, അപ്പൊ അതൊക്കെ മഅരിഫയാണ്. രണ്ടാമത്തേൽ മൗസൂല ഉണ്ട്, അത് മഅരിഫയാണ്. മൂന്നാമത്തേൽ മുലാഫ് ഉണ്ട്, മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്ത കിതാബു ത്വഹ ഹുസൈൻ, കിതാബ് മുലാഫ് മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ എന്താണ്? മഅരിഫ വന്ന ഇനങ്ങളാണ്. നെക്കറ മാത്രമുള്ളത് 4-മത്തതാണ്. ഇപ്പൊ തന്നെ എത്തേണ്ടതുകൊണ്ട് സ്പീഡ് പോവാണ്. 7 17 ഫഅല തഫഅല തഫഅല, ഇതിന്റെ മസ്തർ ഏതാണ്? ഓർഡറിൽ ശരിയായത് എ തന്നെയാണ്. ഫഅലയുടെ മസ്തർ തഫ്ഈലാണ്, തഫഅലയുടെ മസ്തർ തഫാഉലാണ്, തഫഅലയുടെ മസ്തർ തഫഉലാണ്. ഇത് നമുക്ക് എങ്ങനെ വരുന്നു ജസ്റ്റ് ഒന്ന്. നേരത്തെ ഞാൻ റുബായി, മുജറദ്, റുബായി, മസീദ് ഫി ഒക്കെ പറഞ്ഞതുപോലെ സുലാസി മസീദ് ഫി 14 രൂപത്തിൽ വരും. അതിന്റെ മാലി എങ്ങനെ, മുദാരി എങ്ങനെ, മസ്തർ എങ്ങനെയെന്നൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ചാർട്ടായിട്ട് ഒന്ന് നോക്കാം. സുലാസി മസീദ് ഫി, മാലി, മുദാരി, മസ്തർ, ഇസ്മു ഫായിൽ, അംർ. അത്രയും പരീക്ഷയ്ക്ക് പലപ്പോഴും മാറി മാറി ചോദിക്കാം. അഫ്അല എന്ന് മാലി വന്നാൽ അതിന്റെ മുദാരി യുഫ്ഇലു, മസ്തർ ഇഫ്ആല്, ഇസ്മു ഫായിൽ മുഫ്ഇല്,
അംർ അഫ്ഇൽ അഫ്ഇൽ. ഫഅല എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഫഅല വന്ന പോലെ യുഫഇലു, തഫ്ഈൽ, മുഫഇൽ, ഫഇൽ. ഫാഅല എന്നാണെങ്കിൽ യുഫാഇലു, മുഫാഅലത്തെന്നും ഫിആലെന്നും മസ്ദർ വരും, മുഫാഇൽ ഇസ്മു ഫാഇൽ, ഫാഇൽ എന്ന് അംർ. തഫാഅലയാണെങ്കിൽ യതഫാഅലു, തഫാഉൽ, മുതഫാഇൽ, തഫാഅൽ. തഫഅല, യതഫഅലു, തഫഉൽ, മുതഫഇൽ, തഫഅൽ. ഇൻഫഅല, യൻഫഇലു, ഇൻഫിആൽ, മുൻഫഇൽ, ഇൻഫഇൽ. ഇഫ്തഅല, യഫ്തഇലു, ഇഫ്തിആൽ, മുഫ്തഇൽ, ഇഫ്തഇൽ നമ്പർ. ഇഫ്അല്ല, യഫ്അല്ലു, ഇഫ്ഇലാൽ, മുഫ്അൽ, ഇഫ്അല്ല. ഇസ്തഫ്അല, യസ്തഫ്ഇലു, ഇസ്തിഫ്ആൽ, മുസ്തഫ്ഇൽ, ഇസ്തഫ്ഇൽ. ഞാൻ ഓടിച്ചു പോവാണ്, ആ ചാർട്ട് പിന്നെ നിങ്ങൾ നോക്കുക. ഇഫ്ആല, യഫ്ആലു, ഇഫ്ഇലാൽ, മുഫ്ആൽ, ഇഫ്ആല. ഇഫ്ഔഅല, യഫ്ഔഇലു, ഇഫ്ഇആൽ, മുഫ്ഔഇൽ, ഇഫ്ഔഇൽ. ഇഫ്ഔവല, യഫ്ഔവിലു, ഇഫ്ഇവാൽ, മുഫ്അവിൽ, ഇഫ്ഔവിൽ. ഇഫ്അല്ലല, യഫ്അല്ലിലു, ഇഫ്ഇല്ലാൽ, മുഫ്അല്ലിൽ, ഇഫ്അല്ലിൽ. ഇഫ്അല്ല, യഫ്അല്ലി, ഇഫ്ഇല്ലാ, മുഫ്അല്ലിൻ, ഇഫ്അല്ലി. 14 എണ്ണവും പറഞ്ഞു തള്ളൂ. ഇതെല്ലാം നിങ്ങൾ പ്രധാനപ്പെട്ടാന്ന് വിചാരിക്കേണ്ട. പ്രധാനപ്പെട്ട ആദ്യം പറഞ്ഞ അഫ്അല, ഫഅല, ഫാഅല, തഫാഅല, തഫഅല, ഇൻഫഅല, ഇഫ്തഅല, ഇസ്തഫഅല. ഇത്രയെങ്കിലും നിങ്ങൾ ഒന്നതിന്റെ മുദാരിയും മസ്ദറും ഇസ്മു ഫായിലും അംറും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. വേറെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇതുപോലെ തിരിച്ചും മറിച്ചും ചോദിക്കാം. ശരിയായത് പറയാം. ഓക്കെ, അശ്രു ഇസി എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 മുതൽ 10 വരെ പറയുന്ന സമയത്ത് 3 മുതൽ 10 വരെ പറയുമ്പം 2 രൂപത്തിൽ എണ്ണാം. ഏതുപോലെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. സലാസ്, അർബ്, ഹംസ്, സിത്ത്, സബഅ്, സമാനി, തിസ്, അശ്ർ. സലാസത്ത്, അർബഅത്ത്, ഹംസത്ത്, താ ഉള്ളതും താ ഇല്ലാത്തതും. മുഅന്നസിന്റെ കൂടെ താ ഇല്ലാത്ത സലാസ്, അർബ് ലിൽ മഅദൂദിൽ മുഅന്നസ്. എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ താ ഇല്ലാത്ത രൂപം പറയണം. എണ്ണപ്പെടുന്നത് മുദക്കർ ആണെങ്കിൽ താ ഉള്ള രൂപവും പറയണം. ഏതുപോലെ ഇതാണ് കണ്ടാൽ മനസ്സിലാവും. 3 വിദ്യാർത്ഥിനികൾ എന്ന് പറയുകയാണെങ്കിൽ സലാസു ത്വാലിബാത്ത്. 4 ആണെങ്കിൽ അർബ ത്വാലിബാത്ത്, ഹംസു ത്വാലിബാത്ത്. ഹംസിലും അർബയിലും സിത്തിലൊന്നും താ ഇല്ല. ത്വാലിബാത്ത് ജമ്മാക്കി ചേർത്ത് ചെയ്തു. 3 വിദ്യാർത്ഥികൾ എന്ന് പുരുഷന്മാർ ത്വാലിബിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ സലാസത്തു തുല്ലാബ്, അർബഅത്തു തുല്ലാബ്, ഹംസത്തു തുല്ലാബ്, അവിടെ താവ് വന്നു. അപ്പൊ ആ രൂപത്തിലാണ് പറയേണ്ടത്. ഇവിടെ ചോദിച്ചത് 10 വടി എന്നാണ്. അപ്പൊ അസ്വാ എന്നുള്ളത് അത് മുഅന്നസാണ്. അൽക്കിഹായ മൂസ എന്ന ഖുർആനിൽ വന്നത് മുഅന്നസാക്കിയ ഉപയോഗിച്ചത്. അപ്പൊ എണ്ണത്തിൽ താ ഉണ്ടാകാൻ പാടില്ല. അശ്ർ എന്നാണ്. അസ്വാ എന്നതിന് ഇസ്വിയ്യ് എന്നാണ്. ജമ്മാക്കി ജെറ് ചെയ്യുമ്പോൾ അശ്റു ഇസ്വിയ്യിൻ എന്നാണ് പറയേണ്ടത്. അതാണ് ശരിയായ ആൻസർ. കണ്ടോ, വീണ്ടും വന്നു. സദ്ദമ, അഹ്സന, ഹസുന, ദാഹല. ഇതിന് ഇസ്മു ഫായിൽ പറയണം. ഇതിൽ 3 എണ്ണം സുലാസി മസീദ് ബി ആണ്. 1 സുലാസി മുജറദാണ്. സുലാസി മുജറദ് എളുപ്പമാണ്. കാരണം ഫഅലയുടെ നേരത്തെ ഞാൻ പറഞ്ഞു ഇസ്മു ഫായിൽ ഫായിൽ എന്നും ഇസ്മു മഫൂൽ മഫൂൽ എന്നാ വരിക. അപ്പൊ ഹസുന അങ്ങനെ വരും, ഹാസിൻ എന്നാ വരിക. ബാക്കിയുള്ളതാണ് ശരിയായത് ബി ആണ്. സദ്ദമയുടേത് മുസദ്ദിം, അഹ്സനയുടേത് മുഹ്സിൻ, ഹസുനയുടേത് ഹാസിൻ, ദാഖലയുടേത് മുദാഖിൽ. അപ്പൊ ഒന്നാമത്തത് ഫഅല, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് ഫഅല യുഫഇലു തഫ്ഈൽ മുഫഇൽ എന്നാ വരിക. അപ്പൊ സദ്ദമ യുസദ്ദിമു തസ്ദീം മുസദ്ദിം. അഹ്സനയുടേത് അഫ്അല യുഫ്ഇലു ഇഫ്ആല മുഫ്ഇൽ.
അഹ്സന, യുഹ്സിനു, ഇഹ്സാന്, മുഹ്സിന്. ഹസുനയുടേത് ഫാഇൽ രൂപത്തിൽ. ദാഖല ഫാഅല വസനാണ് ഫാഅല യുഫാഇലു മുഫാഅലത്ത് ഫിആല് മുഫാഇൽ. ദാഖല യുദാഖിലു മുദാഖലത്ത് ദിഖാല് മുദാഖിൽ എന്നാണ് വരിക. അപ്പോൾ ആ ഒരു പാറ്റേൺ പഠിച്ചാൽ വളരെ എളുപ്പമാണ്. അക്രമ, അദാറ, റമ, വക്ക ഇതിന്റെ അമ്രാണ്. ഇതിലും 2 എണ്ണം സുലാസി മസീദ് ഫിയാണ്, 2 എണ്ണം സുലാസി മുജറദാണ്. ശരിയായത് ഒന്നാമത്തെ തന്നെയാണ്. അക്രമയുടേത് അഫ്അലയാണ് അക്രിം. അദാറയുടേത് അദിർ. അദാറയും അദുവറ എന്നാണ് അസിലുണ്ടാവുക. നമ്മളെ ഏലാലും തസ്കീനൊക്കെ സംഭവിച്ചതാണ്, പിന്നെ ഏലാല് വന്നു, അങ്ങനെ അദാറ എന്നുള്ളത് അദുവറ എന്നുണ്ടാവും. അദ്വിർ എന്ന് പറയുന്നത് അദിർ എന്നാണ് വരിക. പിന്നെ റമയുടേത് ഇർമി എന്നാണ്, വക്കയുടേത് ടി എന്നാണ്. സുലാസി മുജറദായിട്ടുള്ള അമ്ര എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. സുലാസി മുജറദാണെങ്കിൽ അതിന് മുലാരിയായ ഫീൽ എടുക്കുക. സുലാസി മസീദ് ഫി ആണെങ്കിൽ ആ പാറ്റേൺ പഠിച്ചാൽ മതി. അഫ്അലയുടെ അംർ അഫ്ഇൽ എന്നേ വരൂ. പക്ഷെ സുലാസി മസീദ് ഫിക്ക് പല രൂപത്തിലും കാണാം. അത് എടുക്കുന്ന രൂപം ഒന്ന് ഓടിച്ച് പറയാം, സമയം അധികമല്ല. മുലാരിയായ ഫീൽ എടുക്കുക, മുലാറത്തിന് അക്ഷരം കളയാം. അപ്പൊ യക്തുബു യജ്ലിസു എന്ന് ഇവിടെ കൊടുത്തു, അവിടെ ചുവന്ന കളറിന് കൊടുത്ത മുലാറത്തിന് അക്ഷരം കളയാം. കളഞ്ഞിട്ട് ശേഷമുള്ളത് സുക്കൂൻ ആണെങ്കിൽ വസലിന്റെ അംസ കൊടുക്കുക. യക്തുബുൽ യാ കളഞ്ഞാൽ ക്, യജ്ലിസുൽ യാ കളഞ്ഞാൽ ജ്, യഫറഹുൽ യാ കളഞ്ഞാൽ ഫ്, ഒക്കെ സുക്കൂനാണ്. അപ്പൊ പുറത്ത് അംസ കൊടുത്തു, വസലിന്റെ അംസ കൊടുത്തു. വസലിന്റെ അംസക്ക് ഹർക്കത്ത് കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് അവസാനത്തിന് മുമ്പുള്ള അക്ഷരം നോക്കിയിട്ടാണ്. ഇപ്പൊ യക്തുബൂല് അവസാനത്തിന് മുമ്പുള്ള അക്ഷരം ത ആണ്. അവസാനത്തെ അക്ഷരം ബാ, അതിന് മുമ്പുള്ള താ. ഇജ്ലിസിൽ ലാം, ഇഫ്രഹിൽ റ. അവസാനത്തിന് മുമ്പ് ലമ്മാണെങ്കിൽ കൊടുത്ത ഹംസക്ക് ലമ്മ്, അപ്പൊ ഉക്തുബൂല് ഊന്ന് കൊടുത്തു. അവസാനത്തിന് മുമ്പ് കെസ്റോ ഫതഹോ ആണെങ്കിൽ ഹംസക്ക് കെസ്റും കൊടുക്കാം. മുലാറത്തിന്റെ അക്ഷരത്തിന് കളിയ. ശേഷം സുക്കൂൻ ആണെങ്കിൽ മാത്രം ഹംസ കൊടുക്കുക, സുക്കൂൻ അല്ലേ കൊടുക്കണ്ട. ഹംസ കൊടുക്കുമ്പോൾ മാത്രം അത് ഹർക്കത്തുൽ ഏതാ കൊടുക്കേണ്ടത് തീരുമാനിക്കുക. അവസാനത്തിന് മുമ്പ് ലമ്മാണെങ്കിൽ ഹംസക്ക് ലമ്മ്, അവസാനത്തിന് മുമ്പ് കെസ്റാണെങ്കിലും ഫതഹ ആണെങ്കിലും ഹംസക്ക് കെസ്ർ കൊടുക്കുകയും ചെയ്യാം. മുലാരിക്ക് എങ്ങനെ ജസ്മു കിട്ടുമോ അതേപോലെ അവസാനമാക്കുക. അപ്പൊ യക്തുബുൽ ഉക്തുബ്, യക്തുബിൽ ലമ്മ് കടന്ന ലം യക്തുബ് എന്നല്ലേ പറയല്. ലം യജ്ലിസ്, അപ്പൊ ഇജ്ലിസ് ഇഫ്രഹ് ജസ്മിന്റെ സമയത്തുള്ളത് പോലെ ആക്കും. ഇനി മറ്റുദാഹരണം നോക്കിയാൽ മനസ്സിലാവും. വഅദയുടേത് യഇദു. യഇദു എന്നുള്ള മുലാറത്തിന്റെ അക്ഷരത്തിനെ കളഞ്ഞാൽ സുക്കൂൻ അല്ല, ഹർക്കത്താണ്. അപ്പൊ ഹംസ കൊടുക്കണ്ട. ജസ്മ് വരുമ്പോ സുക്കൂന് വരും. അപ്പൊ ഈദ്. വസല യസിലുണ്ടത് സിൽ. സ്ലൈഡ് പോയാ. കാല യക്കൂലുണ്ടത് കുൽ. യക്കൂലിന് യായിനെ കളിയും. ലമ്മ് വരുമ്പം ലം യക്കുലിന് വാവിനെയും കൂടി കളിയും. അപ്പൊ അമ്രിലും കുൽ. യബി ഉബിർ എന്ന് പറയണം. യർമി എന്നുള്ളത് ഇർമി. കാരണം യാ കളഞ്ഞാൽ ഹംസ കൊടുക്കണം. പക്ഷെ ജസ്മിന്റെ സമയത്ത് യായിനെ കളയും. അതുപോലെ ഇവ മീമിന്റെ യായിനെ കളയും. ശേഷല്ലേ യദുഉ ഉദുഉ. യമുദ്ദു മുദ്ദ എന്നാ പറയാം. യമുദ്ദു യാ കളയും, ഹർക്കത്താണ്, ഹംസ കൊടുക്കണ്ട. ലമ്മ് കടന്നാൽ ലം യമുദ്ദ എന്നാ പറയാ, അപ്പൊ അമ്ര മുദ്ദ. യസിഹു ലം യസിഹ എന്നാ പറയാ, അപ്പൊ അമ്ര സിഹ. അപ്പൊ മുദാറത്തിന്റെ അക്ഷരത്തിനെ കളയ. അത് കളയത്തിന് ശേഷം സുക്കൂൻ ആണെങ്കിൽ മാത്രം ഹംസ കൊടുക്കുക, സുക്കൂൻ അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ടതില്ല. ജസ്മിൽ എങ്ങനെ വരുമോ അതുപോലെ മുദാരിനാക്കുകയും ചെയ്താൽ അതിന് എന്ത് കിട്ടും? അതിന്റെ അമ്ര കിട്ടും. ഇവിടെ വന്ന ചോദ്യത്തിൽ 2 എണ്ണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇർമിയും ടി അല്ലെ. റമയുടേത് റമാ യർമി എന്നാ ഉണ്ടാവുക. യർമീന്ന് വരുമ്പോ യായിനെ കളഞ്ഞാൽ റാവിന് സുക്കൂനാണ്. സുക്കൂൻ ആയതുകൊണ്ട് ഹംസ കൊടുക്കണം. ഹംസ കൊടുത്തു കഴിഞ്ഞാൽ ഹർക്കത്ത് എന്താ കൊടുക്കേണ്ടത്? അവസാനത്തിന് മുമ്പുള്ള മീമിന് കെസ്ർ ആയതുകൊണ്ട് ഹംസക്ക് കെസ്ർ. ജസ്മിന്റെ സമയത്ത് അവസാനത്തെ യാവിനെ കളയും പോലെ അമ്രിലും കളയും. അപ്പം ഇർമീന്ന് പറയും. വക്ക എന്നതിലും വക്കായഖി എന്നാണ്. ലമ്മ് അല്ല, യാഇനെ കളഞ്ഞാൽ കാഫിന് ഹർക്കത്താണ്, അപ്പൊ ഹംസ കൊടുക്കേണ്ടതില്ല. ലമ്മ് വരുമ്പം ലം യഖി യാഇനെ കളയും, അമ്രിലും യാഇനെ കളയും, അപ്പൊ ഖി എന്ന് മാത്രമേ പറയൂ. അങ്ങനെ ഏത് അമ്രിനെയും നമുക്ക് സുലാസി മുജറദിൽ ഏത് അമ്രിനെയും ഇതുപോലെ എടുക്കുക. റുബായി മുജറദോ സുലാസി മസീദ് ഫിയോ ഒക്കെ ആണെങ്കിൽ ആ പാറ്റേൺ കാണാതെ പഠിക്കുകയും ചെയ്താൽ ഏത് തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് കിട്ടുന്നതാണ്. ഇരുപത്തൊന്ന്. ശരിയായത് 2 ആണ്.
ലൻ തൻസാ ലിഅന്നഹു ഫിഅലു മുളാരിയും മൻസൂബ് ബി ഫതഹത്തി മുഖദ്ദറത്തിൻ എന്നാണ്. ഇത് അവസാനം മുഅത്തലായ മുളാരിയായ ഫിഅലാണ്. അവസാനം മുഅത്തലായ മുളാരിയായ ഫിഅല് 3 രൂപത്തിലാണ് വരിക. ഒന്നെങ്കിൽ അവസാനം അലിഫുള്ളത്, അല്ലെങ്കിൽ യാ ഉള്ളത്, അല്ലെങ്കിൽ വാവ് ഉള്ളത്. യഖ്ഷ എന്ന് പറഞ്ഞാൽ അലിഫുള്ളതാണ്, യർമി എന്ന് പറഞ്ഞാൽ യാ ഉള്ളതാണ്, യദ്ഉ എന്ന് പറഞ്ഞാൽ അവസാനം വാവ് ഉള്ളതാണ്. ഇങ്ങനെയാണ് മുളാരിയായ മുഅത്തലായ ഫിഅല് വരിക. അത് റഫ് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. അലിഫുള്ളതിലും അങ്ങനെ, യാ ഉള്ളതിലും അങ്ങനെ, വാവ് ഉള്ളതിലും അങ്ങനെ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. ജസ്മ 3ലും ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയും. ലം യഖ്ഷ, ലം യർമി, ലം യദു. യഖ്ഷയിൽ അലിഫ് കളഞ്ഞു, യർമിയിൽ യാ കളഞ്ഞു, യദ്ഉല് വാവ് കളഞ്ഞു. അപ്പം റഫ് എല്ലാത്തിലും മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട്, ജസ്മ് എല്ലാത്തിലും ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയിൽ കൊണ്ട്, നസ്ബ് യാവും വാവും ഉള്ളതിൽ ലാഹിറാകും, അലിഫുള്ളതിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടാണ്. ലൻ യഖ്ഷ എന്നാ പറയാം. അത് യഖ്ഷ എന്നത് ഫിഅല് മുളാരിയും മൻസൂബ് ബിൽ ഫതഹത്തിൽ മുഖദ്ദറയാണ്. എന്നാൽ ലൻ യർമിയ എന്നുള്ളത് മുഖദ്ദറല്ല. ലൻ യർമിയ, യർമിയ ഫിഅല് മുളാരിയും മൻസൂബും ബി ഫതഹത്തിൽ ലാഹിറ. യദ്ഉവ എന്നുള്ളതും ഫിഅല് മുളാരിയും മൻസൂബ് ബി ഫതഹത്തിൽ ലാഹിറാണ്. കാരണം യർമിയയും യദ്ഉയും വാവും യാവും ഉള്ളതാണ്, യഖ്ഷ എന്നത് അലിഫുള്ളതാണ്. നമുക്ക് ചോദിച്ച ലൻ തൻസാ എന്നാണ്. തൻസ എന്നതും അലിഫുള്ളതാണ്. അപ്പൊ അവിടെ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ് കിട്ടുക. 22. ഓക്കെ, ലം വന്നാൽ എളുപ്പമാണ്. ലം യസ്റഇൽ ഫല്ലാഹു, ലം യസ്റ അൽ ഫല്ലാഹു അൽ കംഹ എന്നുള്ള ജസ്മ് കിട്ടിയതാണ്. 23. മാ യൻദുറു ലാ സ്വൈഹതൻ വാഹിദതൻ തഖുദും വഹും യഖിസിമൂൻ. യഖിസിമൂൻ എന്നതിന്റെ അസ്ൽ യഖ്തസിമൂൻ എന്നാണ് അസ്ൽ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ്തഅല വസ്നിന് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇഫ്തഅലയുടെ ഐനിന്റെ സ്ഥാനത്ത്, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഐനിന്റെ സ്ഥാനത്ത് ഈ 11 അക്ഷരങ്ങൾ നോട്ട് ചെയ്തിരിക്കുക. താ, ത്വാ, സാ, ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, ലാദ്, ലാദ്. ഈ 11 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഐനിന്റെ സ്ഥാനത്ത് വന്നാൽ, ഇഫ്തഅല എന്ന ഐനിന്റെ സ്ഥാനത്ത് വന്നാൽ ഫഅല എന്നോ ഫിഅല എന്നോ ആ മാദി പറയൽ പറ്റും. ഫഅല എന്നോ ഫിഅല എന്നോ ആക്കാം. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇഖ്തസമല്ല നമ്മൾ ചർച്ച ചെയ്തത്. ഇഖ്തസമേല് ഐന്റെ സ്ഥാനത്ത് സ്വാദ് വന്നു. നമ്മൾ പറഞ്ഞ 11 അക്ഷരത്തിൽപ്പെട്ട ഒന്നാണ് സ്വാദ്. അപ്പൊ ഇഖ്തസമ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹസ്സമായെന്നോ ഹിസ്സമായെന്നോ പറയൽ ജായിസാണ്. എങ്ങനെ അങ്ങനെ ആവുന്നതെന്ന് വേണേൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ആവുന്നെങ്കിലും കൃത്യമായി നോട്ട് ചെയ്യാം. ആവുന്നത് ഇഖ്തസമേല് താഇന്റെ ഹർക്കത്തിന് ഹാവ് കൊടുക്കും, താഇന്റെ ഹർക്കത്തിന് ഹാവിന് കൊടുക്കും. അപ്പൊ ഹംസ കളയും, ഹത്തു സമാനാവും. ഇനി താഇനെ സ്വാ ആക്കി മാറ്റി ഇദ്ഗാം ചെയ്യും. ത്വാഇന് ശേഷമുള്ള സ്വാദാക്കി ഇദ്ഗാം ചെയ്തു. അപ്പൊ എന്ത് പറയാം? ഹസ്സമ ഹസു സമാന്ന് ഇദ്ഗാം ചെയ്താൽ ഹസ്സമാനോ അല്ലെങ്കിൽ ഹിസ്സമാന്ന് കെസ്ർ കൊടുത്തുകൊണ്ടോ പറയാം. ഹസ്സമ എന്ന് മാലി വന്നാൽ അതിന്റെ മുലാരി യഹസ്സിമു എന്നാണ്. ഹിസ്സമ എന്ന് മാലി പറഞ്ഞാൽ അതിന്റെ മുലാരി യഹിസ്സിമു എന്നുമാണ്. ഖുർആൻ യഹിസ്സിമു എന്ന് പറഞ്ഞത് ഹിസ്സമ യഹിസ്സിമു എന്ന വസ്നാണ്. അത് ഇഖ്തസമ എന്ന ഇഫ്തഅല വസ്നിൽ നിന്നും വന്നതുമാണ്. ഇങ്ങനെ ഏത് ഐന്റെ സ്ഥാനത്ത് ഈ പറയപ്പെട്ട 11ൽ റെഡ് കളറിൽ കാണുന്ന 11 അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഫഅലാനും ഫിഅലാനും പറയൽ ജായിസാണ്. 24. ഫർവേസ്. ശരിയായത് എ ആണ്. മിഅത്തും വഅർബഉം വസലാസൂന സഹ്റത്തൻ എന്ന് പറയുന്നതാണ് ശരിയായത്. മിഅത്തുൻ വഅർബഉം വസലാസൂന സഹ്റത്തൻ. കാരണം അർബഇ എന്നതിന് താഴ് കൊടുക്കാൻ പറ്റൂല, കാരണം സഹ്റത്ത് മുഅന്നസാണ്. പിന്നെ അർബഉം വസലാസൂന എന്ന് പറയുമ്പോൾ ആ 34നെ പരിഗണിച്ചുകൊണ്ട് സഹ്റത്ത് എന്നുമാണ് മുഫ്രദ് മുഅന്നസാക്കി നസ്ബ് ചെയ്യാണ് വേണ്ടത്. ഈ അങ്ങനെ ഒരുപാട് വലിയ സംഖ്യകൾ പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്
തുഖറഉൽ അഅദാദു മിനൽ യമീൻ അൽ യസാർ വമിനൽ യസാർ ഇലൽ യമീൻ. വലത്തുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും പറയാമെന്നാണ് അറബിയിലെ നിയമം. ഇപ്പൊ 1996 എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, 96 പിന്നെ എന്ന് കിതാബ് പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ സിത്തത്തും വതിസ്ഊന വതിസ്ഉമിഅത്തിൻ വഅൽഫ് കിതാബിൻ എന്ന് പറയാം. അൽഫും വതിസ്ഉമിഅത്തിൻ വസിത്തത്തും വതിസ്ഊന കിതാബൻ എന്നും പറയാം. അപ്പൊ സിത്തത്ത് എന്ന് തുടങ്ങിക്കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടും പറയാം, അൽഫ് എന്ന് തുടങ്ങിക്കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും പറയാം. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അൽഫും വതിസ്ഉമിഅത്തിൻ വസിത്തത്തും വതിസ്ഊന എന്നാണ്. ഏതായാലും അവസാനം വരുന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ് മഅദൂദ് പറയേണ്ടത്. അൽഫ് എന്ന അവസാനം പറഞ്ഞാൽ കിതാബിൻ എന്ന് മുഫ്രദാക്കി നസ്ബ് ചെയ്യണം, അൽഫിനെ പരിഗണിച്ച്. സിത്തത്തും വതിസ്ഊന എന്ന് അവസാനം പറഞ്ഞാൽ കിതാബൻ എന്ന് മുഫ്രദാക്കി നസ്ബ് ചെയ്യുകയും വേണം. അതുപോലെയാണ് ഇവിടെ മിഅത്തുൻ വഅർബഉൻ വസലാസൂന എന്ന് പറഞ്ഞാൽ സഹറത്തിൻ എന്ന് പറയണം. തിരിച്ചാണ് പറയുന്നതെങ്കിൽ അർബഉൻ വസലാസൂന വമിഅത്തു സഹറത്തിൻ എന്നുമാണ് പറയേണ്ടത്. ശരിയായത് സി ആണ്. കാരണം സി നമ്മൾ നോക്കിയാൽ കാണാം, കുന്തു അജ്ലിസു ഫീ ഖാഇതി ബൈത്തി നൗഫൽ അൽ ജമീലത്തി, നൗഫലിന്റെ വീടിന്റെ ഭംഗിയുള്ള ആ ഹാളിൽ ഞാൻ ഇരിക്കുകയായിരുന്നു എന്നാണ്. ഇവിടെ ഒന്നാമത്തേൽ എന്താ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അൽ ബൈത്ത് എന്ന് അലിഫ്ലാം വന്നിട്ടുണ്ട്, മുലാഫാണ്, അതിൽ അലിഫ്ലാം വരാൻ പാടില്ല. രണ്ടാമത്തിൽ അൽ ഖാഇത്ത് അൽ ബൈത്ത് രണ്ട് സ്ഥലത്തിലും അലിഫ്ലാം വന്നിട്ട് രണ്ടും മുലാഫാണ്, അലിഫ്ലാം വരാൻ പാടില്ല. നാലാമത്തതിൽ ഫീ ഖാഇതി ബൈത്തി നൗഫലിൻ ജമീലത്തിൻ എന്നാണ്. ജമീലത്തിൻ എന്നുള്ളത് സിഫത്തായിട്ടാണ് വരുന്നത്. ജമീലത്തിൻ എന്ന അലിഫ്ലാം ഇല്ലാതെ ഒന്നിന്റെയും സിഫത്താക്കാൻ പറ്റൂല. അപ്പൊ കാരണം ഖായത്തിന്റെ സിഫത്താണെങ്കിൽ ഖായത്ത് മൈരിഫ ആയതുകൊണ്ട് മൈരിഫ കൊണ്ട് സിഫത്ത് പറയണം. ഇതെല്ലാം യോജിച്ചത് മൂന്നാമത്തതേ ഉള്ളൂ. ശരിയായത് അതാണ്. ഇരുപത്താറ്. തെറ്റിപ്പോകുന്ന ആളുകളുണ്ട്, ഏഴും ഒക്കെ പറഞ്ഞവരുണ്ട്. ശരിയായത് ലമ്മത്താണ്. കാരണം മങ്കൂസയാണല്ലോ. മങ്കൂസക്ക് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫും മുഖദ്ദറത്തായ കസരത്ത് കൊണ്ട് ജെറും ലാഹിറായ ഫതഹത്ത് കൊണ്ട് നസ്ബും എന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. ഇവിടെ അൽ ഗർലു സാമി യഹുദീക ഇല നജാഹ്, ഉന്നതമായ ലക്ഷ്യമാണ് നിന്നെ വിജയത്തിലേക്ക് നയിക്കുക. അൽ ഗർലു ലക്ഷ്യം, ഉന്നതമായ ലക്ഷ്യം എന്നത് സിഫത്താണ്. സിഫത്ത് മൗസൂഫിനോട് തുടരണ്ടേ? അൽ ഗർലു എന്നുള്ളത് മുബ്തദയാണ്. അപ്പൊ സാമി എന്നത് മർഫു ആയിരിക്കണം. അപ്പൊ ലമ്മത്ത് കൊണ്ടാണ്, മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ് എന്ത് കിട്ടുന്നത്? റഫ് കിട്ടുന്നത്. 27. ഇത്പസ്വലിയുടെ അസ്ലു. ഓക്കെ, ഇവ്തസല എന്നാണ് അസ്ല്. അതായത് മിസാലായ ഫിഅലിന്റെ, മിസാലായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ആദ്യ അക്ഷരം ഇല്ലത്തുള്ള മിസാലായ ഫിഅലിന്റെ ഇഫ്താല വസ്നാക്കുന്ന സമയത്ത് അതിനെ വാവിനെ മാറ്റി അല്ലെ യാവിനെ മാറ്റി താ ആക്കി തായിൽ ഇദ്ഗാം ചെയ്യണമെന്നാണ്. ഇതാ വഖഅത്തിൽ വാവു അവിൽ യാവു ഖബല തായിൽ ഇഫ്തിയാൽ, ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാവോ വന്നാൽ എന്ന് പറഞ്ഞാൽ മിസാലായ ഒരു ഫിഅലിനെ എന്താക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഫ്താല വസ്നിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവിടെ ആ അക്ഷരത്തിനെ താ ആക്കി മാറ്റി ഇദ്ഗാം ചെയ്യണം. വസലയുടേത് ഇബ്തസല എന്ന് അസ്ൽ ഉണ്ടാവും, ഇത്തസല എന്ന് പറയും. യസറയുടേത് ഈത്തസറ എന്ന് അസ്ൽ ഉണ്ടാവും, ഇത്തസറ എന്ന് പറയും. എന്ത് സംഭവിച്ചു? അവിടെയൊക്കെ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാവോ വന്നപ്പോൾ അതിനെ താ ആക്കി തായിലേക്ക് ഇദ്ഗാം ചെയ്തു. അപ്പൊ ഇത്തസലന്റെ അസ്ൽ ചോദിച്ചാൽ ഇബ്തസല എന്നാണ്. ഇഫ്താല വസ്ലുമാണ്. 28. ആയിഷത്തു ലുലു സദീഖി ഉംറുഹ. ശരിയായത് 2 ആണ്. സിത്തത അശറ ആമൻ. കാരണം
ഒന്നാമത്തേൽ സനത്ത് പറയുമ്പോൾ പറയേണ്ടത് പിന്നെ സബ് അശറത്ത സനത്തൻ എന്നാണ് പറയേണ്ടത്. അപ്പൊ അവിടെ തെറ്റിയാണ് പറഞ്ഞത്. രണ്ടാമത്തെ അർബഅത്ത അശറത്ത സനത്ത്, രണ്ടിലും താഴെ വരുന്ന രൂപമല്ല, അർബ അശറത്ത സനത്ത് എന്നാ പറയേണ്ടത്. മൂന്നാമത്തതില് തിസ്അത്ത അശറ ആമെന്നാണ് പറയേണ്ടത്. അവിടെ ഒക്കെ തെറ്റിയതാണ് പറഞ്ഞത്. സിത്തത്ത അശറ ആമെന്നാണ് ശരിയായിട്ടുള്ള ഓപ്ഷന്. കാരണം 13 മുതൽ 19 വരെ എണ്ണുമ്പം 2 രൂപത്തിലാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. സലാസ അശറത്ത, അർബ അശറത്ത, ഹംസ അശറത്ത. ഒന്നാമത്തെ ഭാഗത്ത് താ ഇല്ല, രണ്ടാമത്തെ അശറയിൽ താ ഉണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗത്ത് താ ഉണ്ട്, അശറയിൽ താ ഇല്ല. ഈ 2 രൂപം. അപ്പൊ സലാസ അശറത്ത, അർബ അശറത്ത എന്ന രൂപം അത് മുഅന്നസിനെ എണ്ണുമ്പോഴാണ്. സലാസത്ത അശറ, അർബഅത്ത അശറ, ഹംസത്ത അശറ എന്ന രൂപം മുദക്കറിനെ എണ്ണുമ്പോഴുമാണ് പറയുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. സലാസ അശറത്ത ത്വാലിബത്തൻ, 13 പെൺകുട്ടികൾ എന്ന് വിദ്യാർത്ഥിനികൾ എന്ന് പറയുകയാണെങ്കിൽ സലാസ അശറത്ത ത്വാലിബത്തൻ, അർബ അശറത്ത ത്വാലിബത്തൻ, അതേപോലെ അവസാനം വരെ. ഇനി 13 വിദ്യാർത്ഥികൾ എന്ന് പറയുകയാണെങ്കിൽ സലാസത്ത അശറ ത്വാലിബൻ, അർബഅത്ത അശറ ത്വാലിബൻ, താഴെ വരുന്നത് അർബയിലും സലാസയിലുമായി മാറും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. 29 അൽ ജവാലു ഖദീമുൻ ലാകിന്ന സമനഹു ഓക്കെ, പറഞ്ഞതൊക്കെ ശരിയാണ്. ആലിൻ എന്നാണ്. എങ്ങനെ വരുന്നും കൂടി മനസ്സിലാക്കണം എല്ലാവരും. ലാക്കിന്ന സമനഹു ആലി. ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ലാക്കിന്നയുടെ ഇസ്മാണ് സമൻ, അതിന്റെ ഖബറാണ് ആലി. ഖബർ റഫ് അല്ലേ, ഇവിടെ മക്സൂറയായതാണ്. മക്സൂറിന്റെ ഇറാബ് എന്താ പഠിച്ചത്? മക്സൂറിന്റെ ഇറാബ് മുഖദ്ദറായ ദമ്മത്ത് കൊണ്ട് റഫ്, മുഖദ്ദറായ കസ്റത്ത് കൊണ്ട് ജർ, ലാഹിറായ ഫതഹത്ത് കൊണ്ട് നസ്ബ്. അപ്പൊ ഇവിടെ മക്സൂറയാണ്, അതിന്റെ ഇറാബ് മുഖദ്ദറായ ദമ്മത്ത് കൊണ്ട് റഫ് ആണ്. പക്ഷേ ആലിൻ എന്നാണ് പറയുക. കാരണം ഇദാ നുവ്വിനൽ മങ്കൂസ് ഹുദിഫത്തിയാവും. ഈ മങ്കൂസ തൻവീൻ ചെയ്യപ്പെട്ടാൽ, നെക്കിറയായിട്ട് വന്നാൽ, അലിഫ്ലാം ഒന്നും ഇല്ലാതെ തൻവീൻ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് യാഇനെ കളയൽ നിർബന്ധമാണ്. ലഫ്ലൻ വഹത്തൻ, എഴുത്തിലും കളയും ഉച്ചാരത്തിലും കളയും. എപ്പോ? റഫ്ഇന്റെയും ജറിന്റെയും സമയത്ത്. അപ്പൊ റഫ്ഇന്റെ സമയത്ത് ആലിൻ എന്ന് പറയും, ജറിന്റെ സമയത്തും ആലിൻ എന്ന് പറയും. നസ്ബിന്റെ സമയത്ത് ആലിയൻ എന്നും പറയും. നെക്കിറയായിട്ട് തൻവീനോടുകൂടി ഈ പറയപ്പെട്ട മങ്കൂസായ ഇസ്മ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ആലിൻ എന്നാണ് പറയേണ്ടത്. ഇപ്പൊ നാദാ മുനാദിൻ, നസഹ്തു ബാഗിയൻ, അസ്അയ്തു ഇലാ ദാഇൻ. മുനാദിൻ എന്നത് യാഇനെ കളഞ്ഞു. കാരണം എന്തുകൊണ്ടാ? അത് റഫ്ഇന്റെ സ്ഥാനത്തിന് എക്കരയായിട്ട് വന്നു. ദാഇൻ എന്നതിലും യാഇനെ കളഞ്ഞു. എന്തുകൊണ്ടാ? അത് ജറിന്റെ സ്ഥാനത്തിന് എക്കരായി വന്നു. ബാഗിയൻ എന്ന് സാധാരണ പോലെ പറഞ്ഞു, അത് നസ്ബായതുകൊണ്ട്. പക്ഷെ ഇവിടൊക്കെ ഇറാബ് പറയുമ്പോൾ എന്ത് തന്നെയാണ്? മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ട് റഫ്, മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ട് ജി. ഇറാബിൽ മാറ്റമില്ല, ലഫ്ലിലും ഖത്തിലുമുള്ള വ്യത്യാസമാണ്. ഇനി അവസാനത്തെ ചോദ്യം, ഹംസത്തുൽ ഖത്ർ. സി ആണ് ശരി. അത് ഇയ്യാക്ക എന്നുള്ളത്. ബാക്കിയൊക്കെ വസ്ലിന്റെ ഹംസയാണ്. വസ്ലിന്റെ ഹംസ, ഖത്ഇന്റെ ഹംസ എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ ഖത്ർ തുസ്ബത്തു ഫീ ബദ്ഇൽ കലാം വദർജി. സെന്റൻസിന്റെ തുടക്കത്തിലും നടുക്കും ഒക്കെ ഉച്ചരിക്കുന്ന ഹംസക്കാണ് ഖത്ഇന്റെ ഹംസ എന്ന് പറയും. എഴുത്തിൽ ഹംസന്റെ അടയാളം അലാമത്തിലും. അതെവിടെയൊക്കെയാണ്? റുബാഇയായ മാളിയായതിൽ അഫ്അല വസിൻ രൂപത്തിൽ വരുന്നത്. റുബാഇയായ മാളിയായ ഫിൽ അഫ്അലയിൽ വരുന്നത്, അതല്ലേ വരുന്നത്. അതുപോലെ അതിന്റെ അംബ്രിൽ, 4 അക്ഷരമുള്ള മാളി അതാണല്ലോ, അതിന്റെ അംബ്രിൽ, അതിന്റെ മസ്ദറിലൊക്കെ വരുന്നത് ഖത്ഇന്റെ ഹംസയായിരിക്കും. ബാക്കിയുള്ള ഹുമാസിയോസ്, ഇജ്തമ, അതിലെന്താ? വസലിന്റെ ഹംസയാണ്. ഇസ്തഫ്അല വസലിന്റെ ഹംസയാണ്. എന്നാൽ അഹ്സന അത് ഖത്ഇന്റേതാണ്. ആ റുബായി 4 അക്ഷരമുള്ള അതിൽ വരുന്ന മാളിയാവട്ടെ, അതിന്റെ അംബ്രാവട്ടെ, അതിന്റെ മസ്തർ ആവട്ടെ, അത് ഖത്അ ആണ്. ബാക്കിയൊക്കെ ഫിഅലുകളുടെ കൂട്ടത്തിൽ വസ്ലാണ്. ഹർഫുകളുടെ കൂട്ടത്തിലോ അലിഫ്ലാമിൽ വരുന്ന അലിഫിൽ വരുന്ന ആ ഹംസ വസലിന്റെ ഹംസയാണ്. ബാക്കിയൊക്കെ ഖത്അ ആണ്. ഇസ്മുകളുടെ കൂട്ടത്തിൽ ചില 10 ഇസ്മുകളുണ്ട്, അത് വസ്ലാണ്. ബാക്കി എല്ലാം ഖത്അ ആണ്. പറയാം. ഇത് കണ്ടോ? അർസല അത് 4 അക്ഷരമുള്ള മാളിയായ ഫീലാണ്. അർസിൽ അതിന്റെ അംറാണ്. ഇർസാൽ അത് അതിന്റെ മസ്തറാണ്. ഇതൊക്കെ ഖത്ഇന്റേതാണ് ആ രൂപത്തിലായതുകൊണ്ട്. ഈ 10 ഇസ്മാണ് വസ്ലിന്റെ ഹംസ. ഇസ്മുകളെ കൂട്ടത്തിൽ ഇബ്നില്
ഇബിനമില്, ഇബിനത്തില്, ഇംബ്രിയില്, ഇംബ്രഹത്തില്, ഇസ്മില്, ഇസ്തില്, ഐമുൻ എന്ന പദം, ഇസ്നാനി, ഇസ്നത്താനി. ഈ 10 വരുന്ന ഹംസയും വസ്ലാണ്. ഇസ്മിൽ ബിസ്മില്ലാഹി എന്നല്ല നമ്മൾ പറയാം, ബി ഇസ്മി എന്ന് പറയല, ഉച്ചരിക്കൂല, കാരണം വസ്ലാണ്. ബാക്കി ഏതൊരു ഇസ്മ കണ്ടാലും ഇയ്യാക്ക ഇസ്മാണ്, അതുകൊണ്ടാണ് അത് ഖത്ആയത്. അല്ലെങ്കിൽ വേറെ ഏത് വന്നാലും അതൊക്കെ എന്തുമാണ്? ഖത്ഇൻ്റെതുമാണ് എന്ന് ചുരുക്കി മനസ്സിലാക്കുക. ഞാൻ വളരെ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തുക. വഖ്തദിം കലാമി ബിഹാദാ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹംസത്തുൽ ഖത്ഇ ഏതിലാണെന്ന ചോദ്യം. ക്വസ്റ്റ്യൻ 21. ഓക്കെ, 21. ഇതാണ് 21. ലൻ ഡാഷ് വായതക്കാൻ. ലൻ തൻസ എന്നുള്ള രണ്ടാമത്തതാണ്. അന്നഹു ഫിഅലു മുദാരിഉൻ മൻസൂബ് ബിൽ ഫത്ഹത്തി മുഖദ്ദറത്തി അല അലിഫ്. ആ PPT ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സാറ് സെൻഡുമായിരിക്കും. ക്വസ്റ്റ്യൻ 22. ഇതാണ്. ഇവിടെ എന്താ ഡൗട്ട്? ലം യസ്റ എന്ന മൂന്നാമത്താണ് ശരിയായത്. പ്രയാസമുള്ളതല്ലല്ലോ. 21 ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് തെൻസ എന്നുള്ളത് അവസാനം അലിഫ് കൊണ്ട് മുഅത്തല്ലായ മുദാരിയായ ഫീലാണ്. അലിഫ് കൊണ്ട് മുഅത്തല്ലായ മുദാരിയായ ഫീല് റഫ്ഉം സങ്കല്പത്തിലാണ്, നസ്ബും സങ്കല്പത്തിലാണ്. ജസ്മിന്റെ സമയത്ത് ഇല്ലത്തിന്റെ അക്ഷരത്തിന് കളയും. യൻസാ, റഫ്ഇന്റെ സമയത്ത് യൻസാ എന്ന് പറയും. ജസ്മിന്റെ സമയത്ത് യൻസ, യാനെ കളയും, അല്ല അലിഫിനെ കളയും. നസ്ബിന്റെ സമയത്തും യൻസാ എന്ന് പറയും. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചത്. അതെന്താ യസ്റഉ വരാൻ പറ്റാത്തത്? ലമ്മല്ലേ വന്നത്? ലമ്മ ലസ്റഊന്നോ? ഒരിക്കലും ഫായിലിനനുസരിച്ച് ഫെയിലിനെ ജമ്മാക്കൂല. ഇപ്പൊ ലറബ ഉസ്താദുൻ അല്ലെങ്കിൽ ലറബ റിജാലുൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടാളുകൾ അടിച്ചു എന്ന് പറയാണ്. അല്ലെ ലറബർ റജുലു ഒരാള്, ലറബർ റജുലാനി, ലറബർ റിജാലു. അവിടെ റജുല്, റജുലാനി, റിജാല് എന്ന് പറയുന്നതിനനുസരിച്ച് ലറബാ റജുലാനി എന്ന് പറയുന്നുണ്ടോ? ലറബു അരിജാലു എന്ന് പറയും? അങ്ങനെ പറയൂലല്ലോ. ഫായിലിനെ ജമ്മോ തസ്നിയ ആക്കുന്നതിനനുസരിച്ച് ഫീല് മാറൂല. ഫല്ലാഹുന് ഫായിലാണ്, യസ്റഉൽ ഫല്ലാഹുന എന്നേ പറയൂ. അവിടെ ഒരിക്കലും ജമ്മാക്കൂല. തിരിച്ചായിരുന്നെങ്കിൽ അൽ ഫല്ലാഹുന എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ലം യസ്റഉ എന്ന് പറയേണ്ടി വരും, അല്ലാതെ പറയൂല. അതല്ല, നാലാമത്തെ ഓപ്ഷൻ ശരിയാവൂല എന്നുള്ളതാണ്. ഇല്ലാന്നാ പറഞ്ഞത്. ലം യസ്റഉ എന്ന് പറയൂല എന്ന്. കാരണം യസ്റഉ എന്ന് വാവ് വന്നു, അത് ജമ്മാണ്. അൽ ഫല്ലാഹുന ആദ്യം പറഞ്ഞിട്ടാണെങ്കിൽ അൽ ഫല്ലാഹുന ലം യസ്റഉ എന്ന് നാലാമത്തതാണ് ശരിയായത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പറയൂല. കാരണം ഫല്ലാഹുന ഫായിലാണ്, ഫായിലാന്ന് വിചാരിച്ച് ഫീലിനെ ജമ്മാക്കൂല. അവിടെ ഫീല് മുഫ്രദായിട്ടേ പറയാൻ പറ്റൂ. അപ്പൊ യസ്റ എന്നതാണ് മുഫ്രദായത് രൂപം. അപ്പൊ ലം യസ്റഇ എന്നേ പറയും. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഫെയിലിയായ ജുംലയില് പിന്നെ അതിൽ മാറ്റം വരൂല എന്ന് മാത്രമാണോ? ഇസ്മിയായ ജുംലായിട്ട് വരുമ്പോ മാത്രമാണോ ഫെയിലില് മാറ്റം വരിക? അങ്ങനെയല്ല പറഞ്ഞത്. ഫിഇലിന്റെ ശേഷം ഫായില് വരുന്ന സമയത്ത് ഒരിക്കലും ഫിഇലിൽ ഫായിലിനനുസരിച്ച് മാറ്റം വരൂല. എന്നാൽ മുമ്പുള്ളതിലേക്ക് ലമീർ മടങ്ങുമ്പോ അർറജുലു ദഹബ, അർറജുലാനി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ ദഹബ പോരാ, അത് തെറ്റാണ്. ദഹബാ. ആ റിജാല് വന്ന ദഹബ പോരാ, ദഹബൂ. ആ റിജാലൊക്കെ ആദ്യം പറഞ്ഞിട്ട് അതിലേക്ക് ലമീർ മടങ്ങുന്ന സമയത്ത് അങ്ങനെ പറയും. അല്ലാതെ പറയുമ്പം ഫീല് ശേഷം ഫായിൽ വരുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ഫായിലിനനുസരിച്ച് ഫീലിന് മാറ്റം വരുത്തൂല. ഇടപെട്ടോട്ടെ. ഒരു സബര ടീച്ചർ, ഒരു മിനിറ്റ്. നമുക്ക് ഇതിന്റെ PDF ഗ്രൂപ്പുകളിൽ ഇടും. ഇൻഷാ അല്ലാഹ് ഡൗട്ടുള്ള ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ
നിങ്ങൾ ആ ഡൗട്ടുള്ള ക്വസ്റ്റ്യന് അപ്പൊ ഗ്രൂപ്പിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞുതരും. കാരണം സാറിന് ഈ സമയമില്ലാത്ത നേരത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടിട്ടുണ്ട്. എല്ലാം കൂടിയാകുമ്പോൾ സാർ വീണ്ടും ഒരു ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ വരും. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 8-ാം തീയതിയുള്ള എക്സാമിന് കുറെ കുട്ടികൾക്ക് എന്താ ബേസിക് പോലും ശരിക്കും പഠിക്കാത്ത പോലെ എനിക്ക് ഇപ്പൊ കുറെ ഡൗട്ട് ചോദിച്ചപ്പോ തോന്നി. അപ്പോ സാറിന്റെ മുമ്പുള്ള ക്ലാസ്സുകൾ മുർഷിദിന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അപ്പോ നമുക്ക് ഇപ്പോൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആരൊക്കെ PSC ലിസ്റ്റിൽ ജോലി കയറിയിട്ടുണ്ടോ അവരെല്ലാവരും ഫോളോ ചെയ്തത് ഹാരിസ് റഷീദ് സാറിന്റെ ക്ലാസ് ആണ്. അത് ഏതൊക്കെ ഓൺലൈൻ ഗ്രൂപ്പ് പ്ലാറ്റ്ഫോമിലായാലും സാറാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു ഫാക്കൽറ്റിയാണ് നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. അപ്പൊ ഒരുപാട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് പ്രയാസം, കാരണം സാർ അത്രയും നന്നായിട്ടാണ് ക്ലാസ് എടുത്തത്. ഇപ്പോ നമ്മൾ ബേസിക് പഠിച്ചു മറന്നതായിരിക്കാം, അത് പഠിക്കാതെ അല്ലെങ്കിൽ അത് നോക്കാതെ നെഹ്വിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ക്ലാസ് കേട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പൊ സാറിനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ, ഇപ്പൊ ഡൗട്ട് ഉള്ളതൊക്കെ നിങ്ങൾ ക്ലിയർ ആയില്ലേ, ഇനി നല്ല ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ എന്നിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാറിനോട് ചോദിക്കുക. സാറിന്റെ SP Net എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നെഹ്വിന്റെ പാർട്ട് മുഴുവനായിട്ടും ക്ലാസ്സുകളുണ്ട്. അൽ മുർഷിദിന്റെ ടെറ്റിന്റെ ക്ലാസ്സും PSCയുടെ ഒക്കെ മുമ്പ് സാർ തന്നെയാണ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ആ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. കാരണം സാറിന്റെ സമയത്ത് നമുക്കറിയാലോ, അത്രയും ഞങ്ങൾ കാത്തിരുന്നിട്ടാണ് സാറിന്റെ ക്ലാസ് ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് വേറൊന്നല്ല കേട്ടോ കുട്ടികളെ. പിന്നെ നാളെ നമുക്ക് ഇതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഷാഫി സാറിന്റെ ട്രാൻസ്ലേഷൻ ക്ലാസ് ഉണ്ട്. നമുക്കറിയാം ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസിൽ നെഹ്വ് എങ്ങനെ പഠിക്കുന്നോ അതേപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ് ട്രാൻസ്ലേഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേഷൻ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നാളെയും എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. കാരണം നാളത്തെ ക്ലാസ് ഒക്കെ നഷ്ടപ്പെടുത്താന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും. നെഹ്വിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ബേസിക് ആയ ക്ലാസ്സുകൾ തൊട്ടേ നിങ്ങളൊന്ന് ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോ വേറെ എന്തെങ്കിലും ഒരു ഭയങ്കര ജെന്യുവിൻ ഒട്ടും മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ സാറിന്റെ സമയത്ത് മാനിക്കണമല്ലോ, അതുകൊണ്ടാണ്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം അൽ മുർഷിദിന്റെ കൂടെ വളരെ കുറച്ച് ഫാക്കൽറ്റീസ് മാത്രമേ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാറുള്ളൂ. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം കാശ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവാറുണ്ട്. പക്ഷെ ഏറ്റവും ഇതാണ്, ഞങ്ങൾ എപ്പോ പറഞ്ഞാലും ഇന്ന് വരെ ഡേറ്റ് അപ്പുറത്തിപ്പുറത്ത് ചിലപ്പോൾ സാറിന്റെ തിരക്കോട് മാറുവാണെങ്കിലും സാറിന്റെ ക്ലാസ് അൽ മുർഷിദിന് ഇതുവരെ തരാണ്ടിരുന്നിട്ടില്ല. അത് ഫ്രീ ആയിട്ടാണ് സാർ തരുന്നത്. അത്രയും തിരക്കിന്റെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കി ഞങ്ങൾക്ക് സമയം തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ സാറിന്റെ നിങ്ങളുടെ ദുആയിൽ എല്ലാവരും പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എന്നും അൽ മുർഷിദിന്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പൊ ഒരുപാട് നന്ദിയോടെ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.